മലബാർ കലാപം എന്ന് പറഞ്ഞാൽ ഇതിനെ അടയാളപ്പെടുത്തപ്പെടുള്ളൂ. മലബാർ സമരം എന്ന് പറഞ്ഞാൽ ഇത് അടയാളപ്പെടുത്തപ്പെടുന്നില്ല. ലഹള എന്ന് തന്നെയാണ് ഇതിന്റെ കൂടെ നിന്നവർ പോലും പറയുന്നത് ലഹള എന്നാണ്, ലഹള കാലത്ത് നിന്നാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ വലിയ നരേറ്റീവ് ഈ മൊത്തം ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. അന്നത്തെ മുസ്ലിം സ്ത്രീ, മലബാറിലെ മുസ്ലിം സ്ത്രീക്ക് സ്വന്തം സ്വത്ത് കൈകാര്യം ചെയ്യാനുണ്ടായിരുന്ന സ്വാതന്ത്ര്യവും പ്രാപ്തിയും ഒക്കെ. കാരണം ഭർത്താവ് ജന്മിയാണ്, പക്ഷെ ഭർത്താവിന്റെ പൈസ ഭർത്താവ് കൊടുക്കുമ്പോ ആ ജന്മിയായ ഭർത്താവ് ഭാര്യയുടെ പൈസ കൊടുക്കുന്നില്ല. ഭാര്യക്ക് സ്വന്തം സ്ഥലവും കണക്കും പണവും ഒക്കെ ഉള്ളതുകൊണ്ട് ഭാര്യന്റെ പൈസ കൊടുക്കുന്നത്. ഒരു മുസ്ലിം നാമധാരിയാണ്, സെക്കുലറാണെന്ന് വിളിച്ചു പറയേണ്ട ഒരു അവസ്ഥ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് തന്നെ നിലനിൽക്കുകയാണ്. അതേസമയത്ത് മറ്റെല്ലാവരും അവരെ മതം അനുഷ്ഠിക്കുന്നു, മതപരമായി ജീവിക്കുന്നു, മതകീയമായ മറ്റു സംഭവങ്ങളൊക്കെ നടത്തുന്നു. അതൊക്കെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. ആദ്യം ഒരു നെഗറ്റീവ് ഉണ്ടാക്കി ഇവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്നുള്ള ബോധ്യം ഉണ്ടാക്കിയിട്ട് പിന്നെ അവരെ കൊല്ലുകയാണ്, പിന്നെ അവർ ചോദിക്കാനില്ല. കേരളം പോലുള്ള ഇത്രയും പുരോഗമന ഇടതുപക്ഷ രാഷ്ട്രീയമൊക്കെ സമ്പന്നമായ ഒരു സ്ഥലത്ത് ഒരു ജ്ഞാനസഭ യാതൊരു റെസിസ്റ്റൻസും ഇല്ലാതെ, യാതൊരു പ്രതിരോധവും ഇല്ലാതെ നമ്മുടെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ വരെ പങ്കെടുത്ത്, ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഈ സെനറ്റ്, അക്കാഡമിക് കൗൺസിൽ, ഇതിലൊക്കെ ലിസ്റ്റുകൾ വന്നപ്പം ഇന്നലെയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊക്കെ വളരെ ബോധപൂർവം ഈ സാഫ്രണൈസേഷന് സഹായകരമായ ആളുകളുടെ പേരാണ് ഭൂരിപക്ഷം ഉള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഞ്ച് വിപ്ലവത്തെക്കാളേറെ അവർക്ക് വലിയ തലവേദനയായിട്ടുള്ള വലിയ വിപ്ലവമാണ് ഇവിടെ നടന്നത്. പക്ഷെ ആ രീതിയിലുള്ള നരേറ്റീവ് നമുക്ക് ഇതുവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. നല്ല ബിരിയാണിയാന്ന് പറയുന്നതിന് പകരം ഇതിൽ തുപ്പലില്ല എന്ന് പറയുന്നതായി മാറാണ് ദൗത്യം. നമ്മളിന്ന് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുള്ള അബ്ബാസ് പനക്കലിൻ്റെ മുസ്ലിം കിങ്ങിനെ അടിസ്ഥാനമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. മലബാർ കലാപം കേരളീയരെ സംബന്ധിച്ചിടത്തോളം ധാരാളം പഠനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുള്ളൊരു മേഖലയാണ്. നമ്മളിപ്പോൾ ഈ രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ വളരെ മുമ്പ് തന്നെ സമീന്ദ്രനാഥ് ടാഗോർ മുതൽ കൊണ്ടാട് വിട്ടു മുതൽ ഒട്ടനവധി ആളുകളുടെ പഠനങ്ങൾ വന്ന ഒരു മേഖലയിലാണ്. അപ്പോൾ ആ മേഖലയിൽ ഒരു പുതിയ വർക്ക് വരുമ്പോൾ അതിന് പുതിയ എന്തെങ്കിലും ഉണ്ടാവണം, എങ്കിൽ മാത്രമേ അത് ശ്രദ്ധിക്കപ്പെടുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, അതിൻ്റെ ഒരു സംഭാവന ഉണ്ടാവണമെങ്കിലും ആ രീതിയിൽ വേണം. അപ്പോൾ വാസ്തവത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഈ പുസ്തകം ഇന്നത്തെ ഒരു കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെടേണ്ട ഏറ്റവും പ്രസക്തമായ രീതിയിൽ ആവിഷ്കരിക്കപ്പെട്ട ഒരു രചനയാണെന്നുള്ളത്. അത് വല്ലാതെ ഒരു ഘടക എങ്ങനെയാണ് അത് ഒത്തുവന്നതെന്നറിയില്ല. കാരണം പിന്നെ ഇന്നത്തെ കാലം എന്ന് ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മൾ പൊതുവെ പോസ്റ്റ് കൊളോണിയൽ റീഡിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡീ കൊളോണിയൽ റീഡിങ് എന്നൊക്കെ പറയുന്നത് ലോകവ്യാപകമായി തന്നെ, പ്രത്യേകിച്ച് എഡ്വേർഡ് സയ്യിദിൻ്റെ ഒക്കെ തുടർച്ചയിൽ വലിയ രീതിയിൽ പ്രചാരം സംഭവിച്ചു. അത് നേരത്തെയുള്ള ഇപ്പോൾ മലബാർ കലാപത്തിൽ ഒരുപാട് പോലീസ് അട്രോസിറ്റീസ്, ജമ്മിത്തത്തിൻ്റെ ക്രൂരത, ഇതൊക്കെ വസ്തുതാ പഠനങ്ങൾ കണ്ടമാനം വന്നിട്ടുണ്ട്. അത് നമുക്ക് അറിയാൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് ഒരു ജനതയെ ഭാഷയിലൂടെ ഡെമണൈസ് ചെയ്യുന്നത്, പിശാചിവൽക്കരിക്കുന്നത്, ആ പിശാചിവൽക്കരണം അവരെ പീഡിപ്പിക്കാനും ഹിംസിക്കാനും വേണ്ടി വന്ന ഉന്മൂലനം ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇപ്പം ഇന്ന് ലോകവ്യാപകമായി തന്നെ എന്നുള്ള കൊളോണിയൽ ആധിപത്യത്തിൻ്റെ ഒരു യുക്തിയാണുള്ളത്. അപ്പോൾ അത് വാസ്തവത്തിൽ വളരെ ഗംഭീരമായും തെളിവുകളുടെ അടിസ്ഥാനത്തിലും, ഇത് വെറുതെ പറയുന്നതല്ല. വെറുതെ ഇപ്പോൾ നമുക്കൊക്കെ പറയാം ബ്രിട്ടീഷുകാർ നമ്മളൊക്കെ തെറി വിളിച്ചിട്ടുണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെയല്ല പറയുന്നത്. വളരെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ തെളിവുകളൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഷാപരമായി ഇപ്പോൾ ഇങ്ങോങ്ങി വാത്തിയോങ്ങിനെ പറ്റിയൊക്കെ പറയുന്നത് അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, യൂറോപ്യൻ അധിനിവേശ കാലത്ത് ചെയ്തിട്ടുള്ള ഈ രീതിയിലുള്ള പ്രത്യേകിച്ച് ഭാഷാകേന്ദ്രിതമാണല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള ഭാഷാകേന്ദ്രിതമായിട്ടുള്ള ഒരു അപ്രോച്ച് കൊണ്ട് മാത്രമല്ല, അതിനെ ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ, അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള എവിഡൻസൊക്കെ കണ്ടെത്തി എന്നുള്ളതും അത് വളരെ കൃത്യമായി തന്നെ അടയാളപ്പെടുത്താൻ കഴിയുന്നുള്ളൂ. ഇത് അക്കാദമികമായും അനക്കാദമികമായും ഭാവിയിൽ വലിയ ഒരു ആശ്രയം ആയി മാറും. കാരണം വിദ്യാർത്ഥികളും അധ്യാപകരൊക്കെ സ്വാഭാവികം ഇനിയും ഈ മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കും. കാരണം ഫ്രഞ്ച് വിപ്ലവം പോലെ ആ അർത്ഥത്തിൽ റീച്ചുള്ള ഒരു സമരമാണ് മലബാർ സമരം. നമ്മളതിൻ്റെ വ്യാപ്തി പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ, ഈ എക്സ്റ്റൻറ്റിൽ ഈ വ്യാപ്തിയുള്ള ഒരു സമരം നമുക്ക് അധികം കാണാൻ പറ്റില്ല. അതിന് ഈ പുസ്തകത്തിൽ തന്നെ അതിന് തെളിവുണ്ട്. അല്ലാതെ മറ്റ് പഠനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഈ കെ.എൻ. പണിക്കരൊക്കെ നടത്തിയതാണ് തിയററ്റിക്കലായിട്ടുള്ള സൈദ്ധാന്തികമായിട്ടുള്ള ഒരു പഠനം എന്ന് പറയുന്നത്.
വെറും വസ്തുത ആശ്രയിക്കാതെ സൈദ്ധാന്തികമായിട്ടുള്ളൊരു പഠനം. പക്ഷെ KM പണിക്കർ പോലും ഇന്നത്തെ ഈ പറയുന്ന ഈ കോളനിയാനന്തര പഠനത്തിൻ്റെ രീതിശാസ്ത്രത്തിലേക്ക് ഗ്രാംജി വരെ എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഗ്രാംജിക്ക് ശേഷം ഗ്രാംജിയെ അവലംബിച്ച് തന്നെ എഡ്വേർഡ് സയ്യിദ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി ആളുകളിലൂടെ വികാസം ഭാവിച്ചിട്ടുള്ള ഈ ഭാഷാപരമായിട്ടുള്ള ഉള്ളടക്കം അതിലേക്ക് കൂടി കടന്നു എന്ന് അന്ന് എങ്ങനെയാണ് പാശ്ചാത്യർ നമ്മളെ പ്രത്യേകിച്ച് മലബാറിലെ മനുഷ്യരെ, മലബാറിലെ മാപ്പിളമാരെ, മലബാറിലെ മുസ്ലിം സ്ത്രീകളെ ഒക്കെ പരാമർശിച്ചത്, മലബാർ എന്ന് പറയുന്ന പ്രദേശത്തെ തന്നെ എങ്ങനെയാണ് പരാമർശിച്ചത്, ഇത് അന്നത്തെ അവരുടെ പ്രബലമായിട്ടുള്ള പത്രങ്ങളിലും മാസികകളിലും ഒക്കെ ഏത് രീതിയിലായിരുന്നു അച്ചടിച്ചു വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നും നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരെ ഉന്മൂലനം ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണ്? അവർ ഡബണൈസ് ചെയ്യാണ്. ഇപ്പം ഷേക്സ്പിയറൊക്കെ നാടകത്തിൽ ഒക്കെ ആ കാലത്ത് എങ്ങനെയാണോ ഈ കോളനികളിലെ മനുഷ്യനെ അർദ്ധമനുഷ്യരൊക്കെ ആയിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ വെനീസിലെ കച്ചവടക്കാരെന്നൊക്കെ പറയുമല്ലോ, വെനീസിലെ കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ അന്നത്തെ ജൂതരെ ഡബണൈസ് ചെയ്യുന്നതാണ്. അത് പാശ്ചാത്യ രാജ്യത്ത് അവർ യഥാർത്ഥത്തിൽ ഈ ജൂതപ്രശ്നം എന്നുള്ളത് തന്നെ ഈ പാശ്ചാത്യരുടെ ഒരു കൺസെപ്റ്റ് ആണല്ലോ. അത് വളരെ ഇതെല്ലാം ചേർത്ത് വായിക്കേണ്ടതാണ്, പരസ്പര ബന്ധിതമാണ്. നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ജൂതരെ ഡെമണൈസ് ചെയ്തിട്ട് അവരെ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കിയത്. അത് അതേ തന്ത്രമാണ് ആമസോൺ മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മലബാർ വരെ നീണ്ടു കിടക്കുന്ന അവരുടെ അധിനിവേശ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും മറ്റൊരു രീതിയിൽ അവർ ചെയ്യുന്നു അത് തന്നെയാണ്. അപ്പോൾ ആ ഒരു മണ്ഡലത്തിൽ വളരെ ഗൗരവമായൊരു കോൺട്രിബ്യൂഷനായിട്ട് ഇതിനെ ഞാൻ ഈ പുസ്തകത്തെ ഏതെങ്കിലും രീതിയിൽ അല്ലെ ഈ രചനയെ സ്തുതിക്കാൻ വേണ്ടി പറയുന്നതല്ല, അല്ലെങ്കിൽ ഒരു പുസ്തകത്തെ അല്ലെ ഒരു രചനയെ സ്തുതിയുടെ പക്ഷത്തോ നിന്ദയുടെ പക്ഷത്തോ എന്ന് പറയുക എന്നുള്ളതൊരു രീതിയാണ്. പക്ഷെ അതിൽ കവിഞ്ഞ് ഇത് ഇതുവരെ ആരും ചെയ്യാത്തൊരു വർക്കാണ് ഞാൻ കണ്ടെടുത്തോളം. ഇനി ആരെങ്കിലും അങ്ങനെ ശ്രദ്ധപ്പെടുത്തി കഴിഞ്ഞാൽ അതുകൂടി ഇതിൽ ചേർക്കാമെന്ന് മാത്രം. അപ്പോൾ ഈ രീതിയിലൊരു വർക്ക് ചെയ്യാൻ വാസ്തവത്തിൽ അബ്ബാസിന് പ്രചോദനമായത് എന്താണ്, ഏതെല്ലാം രീതിയിലുള്ള അന്വേഷണങ്ങളാണ് എന്നുള്ളതൊന്ന് വിശദീകരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഗുണമായിരിക്കും. കാരണം ഇതിപ്പം ഭാവിയിൽ ഒരുപാട് ആളുകൾ ലോകവ്യാപകമായി ഇപ്പം പ്രത്യേകിച്ച് മലയാളികൾ പല രാജ്യത്തും, ഇപ്പോൾ അടുത്ത കാലത്ത് യൂറോപ്പിലൊരു യൂണിവേഴ്സിറ്റിയിലൊരു പ്രോജക്റ്റ് കിട്ടിപ്പോയ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത് ശരിക്കും ഗൗരവമായി വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണ്, യൂറോപ്യൻസിനേക്കാൾ. അപ്പോൾ അത് ചരിത്രം എപ്പോഴും ഒരു തരം ചാക്രിക പ്രക്രിയയും കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ഒരു കാലത്ത് കീഴാളത്ത് അനുഭവിച്ച ആളുകൾ ഇന്നിപ്പോൾ അവരെ പഠന പ്രക്രിയകളിലൂടെ ഇതിനെ കൗണ്ടർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇതിനെ മറികടക്കാനുള്ള ഒരു ശ്രമം സഫലീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അബ്ബാസിൻ്റെ ഈ പഠനവും ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഏത് സംവാദവും പുതിയ തലമുറക്കൊക്കെ ആ രീതിയിലുള്ള പ്രചോദനമാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനെ ഇതിലേക്ക് എത്തിച്ച എന്തായിരുന്നു എന്നുള്ളതാണ്. ഇത് മലബാർ സമരം നടക്കുന്നത് ഞാൻ ജീവിക്കുന്ന പ്രദേശത്താണ്. തിരൂരങ്ങാടിയാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം. തിരൂരങ്ങാടിയാണ് ഞങ്ങൾ പണ്ട് കാലത്ത് ആശ്രയിച്ചിരുന്ന പള്ളിയൊക്കെ. ഈ മമ്പറം തങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ പ്രദേശത്തൊക്കെ പള്ളികളൊക്കെ ഉണ്ടാകുന്നത്. കാരണം നമ്മളെ നാട്ടിൽ നിന്ന് ആളുകൾ പള്ളിയിലേക്ക് പോകുന്ന 5 കിലോമീറ്റർ അപ്പുറം തിരൂരങ്ങാടിയിലേക്കാണ്. അതുകൊണ്ട് മലബാറിലെ ഈ സമരത്തിൻ്റെ എല്ലാ അനുരണനങ്ങളും ഓരോ വീട്ടിലുണ്ടാവും. ഓരോ വീട്ടിലെയും കഴിഞ്ഞ തലമുറയിലെ നമ്മൾ ചോദിച്ചാൽ അവർ റീലൊക്കേറ്റ് ചെയ്തത്, അവരുടെ വല്യുപ്പാനെ കാണാതായത്, അല്ലെങ്കിൽ അവർ വർഷങ്ങളോളം ജയിലിൽ കിടന്നിട്ടായിരിക്കും വയസ്സായ ചിലപ്പോൾ വീട്ടിലിരുന്ന് മരിച്ചുപോയ ആളുകൾ. ഇത് ഈ കഥ പറയാൻ എല്ലാ കുടുംബക്കാർക്കും ഉണ്ടാവും. ആ പ്രദേശത്ത് എല്ലാവർക്കും ഓരോരുത്തർക്കും മലബാർ സമരത്തിൻ്റെ ഒരു കഥ പറയാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെറുപ്പത്തിലേ കേട്ടുവരുന്നതാണ്. ഞാൻ ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊരു കലണ്ടറാണിത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഹിജ്റ കലണ്ടർ എന്നോ അല്ലെങ്കിൽ നമ്മൾ മോഡേൺ കോമൺ എറ കലണ്ടർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ പ്രാദേശികമായ കലണ്ടർ ഓരോരുത്തരും പറയല് ലഹളക്കാലത്ത് ആണ് ഇദ്ദേഹത്തെ പ്രസവിച്ചത്. അതെ ലഹളക്കാലത്താണ് അവരെ കാണാതായത്. ഞങ്ങളെ വല്യപ്പ മരിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തത് ലഹളക്കാലത്താണ്. പിന്നെ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോയ ആളുകൾ, ഇപ്പോൾ വയനാട്ടിലേക്കോ അല്ലെങ്കിൽ മലേഷ്യയിലേക്കോ ഇന്തോനേഷ്യയിലേക്കോ ഒക്കെ ലൊക്കേറ്റ് ചെയ്തവരുണ്ട്. അങ്ങോട്ട് പോയി മലേഷ്യയിൽ ഒരു ഫാമിലി ഉണ്ട്, ഞാൻ അവരെ കണ്ടപ്പോൾ അവരെ ഫാമിലി ഈ സമയത്ത് ഇവിടുന്ന് ബ്രിട്ടീഷുകാർ അവരെ വേട്ടയാടിയപ്പോൾ അവരങ്ങോട്ട് മാറി താമസിച്ചാണ്. അങ്ങനെ നമ്മളെ നാട്ടിൽ നിന്ന് പുറത്തേക്കും
പിന്നെ രാജ്യത്തിന്റെ പുറത്തേക്കൊക്കെ മാറി താമസിച്ച ആളുകളുണ്ട്. അപ്പൊ ഇതൊരു വലിയ ഒരു ഡീപ്പ് റൂട്ടഡ് ആയിട്ട് എല്ലാ ഫാമിലിയിലും ഉള്ള അനുഭവമാണിത്. ഇതിനെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇതിനെ കലാപം എന്നപ്പോൾ ഞാൻ പ്രൈമറി ആയിട്ട് ഞാൻ പഠിച്ചത് ഭാഷയാണ്. എൻ്റെ പിന്നെ അണ്ടർ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ ഞാൻ ഭാഷയാണ് പഠിച്ചത്. അതുകൊണ്ട് ഭാഷ എനിക്ക് എപ്പോഴും സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതിനെ കലാപം എന്നാണ് പറയുന്നത്. ഇത് കലാപം എന്ന് പറഞ്ഞാലേ ഇതിനൊരു എഫക്റ്റ് ഉള്ളൂ, മനസ്സിലാവുള്ളൂ. ഞാൻ തന്നെ മലബാർ കലാപം എന്ന് പറഞ്ഞാൽ ഇതിനെ അടയാളപ്പെടുത്തപ്പെടുള്ളൂ. മലബാർ സമരം എന്ന് പറഞ്ഞാല് ഇത് അടയാളപ്പെടുത്തപ്പെടുന്നില്ല. ലഹള എന്ന് തന്നെയാണ് ഇതിന്റെ കൂടെ നിന്നവർ പോലും പറയുന്നത് ലഹള എന്നാണ്, ലഹള കാലത്ത് നിന്നാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ വലിയ നരേറ്റീവ് ഈ മൊത്തം ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതിന്ന് ഭാഷാപരമായി പുറത്തു കടക്കണം എന്ന് എനിക്കൊരു മോഹമുണ്ട്. കാരണം നമ്മളെ നാട്ടിൽ നിന്ന് ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഭാഷാപരമായി പുറത്തു കടക്കേണ്ട ചെറിയൊരു ശ്രമമാണ്, ആദ്യത്തെ ശ്രമമായിരിക്കും അത്. അപ്പം ഈ സമരം കഴിഞ്ഞിട്ട് 100 വർഷം കഴിഞ്ഞു. 100 വർഷം ആഘോഷപൂർവ്വം പല രീതിയിൽ 100ഓളം പുസ്തകങ്ങൾ ഇറങ്ങി മലയാളത്തിൽ. അതിനു മുമ്പേ പിന്നെ EMS അടക്കം സോമാനന്ദ ടാഗോർ അടക്കമുള്ള ആളുകൾ നമ്മൾ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ഇംഗ്ലീഷിൽ KN പണിക്കര പുസ്തകവും നിരവധി പുസ്തകങ്ങൾ, പിന്നെ ഡെയിലടക്കം കൊണ്ടാട് കൂട്ടി അടക്കമുള്ള നേരത്തെ മാഷ് സൂചിപ്പിച്ച പോലെ എല്ലാവരുടെ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ഇതിലൊക്കെ റിവോൾട്ട് അല്ലെങ്കിൽ മിനിമം റബല്യം. അപ്പൊ ഞാൻ ഭാഷ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ പറയും റബല്യനും അല്ല, ഒരു വ്യവസ്ഥാപിതമായ ഭരണകൂടത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിനാണ് റബല്യം എന്ന് പറയാം. നമ്മൾ ബ്രിട്ടീഷുകാരെ ഒരിക്കലും നമ്മളുടെ സ്വന്തം ഭരണകൂടമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇത് ശരിക്കും റെസിസ്റ്റൻസ് മാത്രമാണ്, ഭാഷാപരമായിട്ട് അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. പിന്നെ ഞാൻ അക്കാലത്തെ റിസോഴ്സുകൾ മൊത്തം പരിശോധിച്ചിരുന്നു. എൻ്റെ വ്യൂ പോയിന്റിൽ നമ്മുടെ സ്വന്തം നാട്ടിൻ്റെ ഒരു നാട്ടുകാരെന്നുള്ള രീതിയിലാണ് ഞാൻ പിന്നെ അന്നത്തെ കൃതികളെ മൊത്തം, ഇപ്പോൾ ഡോക്യുമെന്റുകൾ, അതുപോലെ അക്കാലത്തെ പിന്നെ കത്തിടപാടുകൾ, പത്രങ്ങൾ ഒക്കെ വായിക്കുമ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റിലാണ് വായിച്ചത്. അപ്പോഴാണ് ഇതൊക്കെ സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഫെമിനിസം നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടുത്തെ സ്ത്രീകളൊക്കെ ഫെമിനിസ്റ്റുകളായിരുന്നു. അപ്പൊ അത് വളരെ സ്ട്രൈക്കിംഗ് ആണ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഫെമിനിസ്റ്റുകൾ? ഫെമിനിസം എന്ന് പറഞ്ഞാൽ വളരെ ഫാഷനബിൾ ആയിട്ടുള്ള ഒരു ടേമാണ്, മോഡേൺ പോസിറ്റീവായിട്ടുള്ള ഒരു കൊണോട്ടേഷൻ ആണ്. ഈ കൊണോട്ടേഷനാണ് അവര് അന്ന് ഉപയോഗിക്കുന്നത്. ഇവിടെ സ്ത്രീകളൊക്കെ ഫെമിനിസ്റ്റുകളാണ്, അവരെ മക്കളെ സമരത്തിന് പറഞ്ഞയക്കുന്നുണ്ട്, ഭർത്താക്കന്മാരെ സമര സജ്ജരാക്കുന്നുണ്ട്. സമരം എന്നല്ല അവർ ഉപയോഗിക്കുന്നത്, റിവോൾട്ടിന്, കലാപത്തിന് സജ്ജരാക്കുന്നുണ്ട്. അപ്പോ അതിൽ വേറൊരു അർത്ഥം കൂടി ഉണ്ട്. എന്താണ് ഇത്രയും സ്ത്രീകൾ ഇത്ര സജീവമായിരുന്നു? പിന്നെ ഇവര് പിന്നെ ബ്രിട്ടീഷ് പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ഒളിത്താവളങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ള അതില് ഒരു അതിന്റെ ഒരു പ്രത്യേകത. ഇതുവരെ നടത്തിയ പഠനങ്ങളൊക്കെ ഇതിനെ ഒരു ഓബ്ജക്റ്റ് ആയിട്ട് കാണുന്ന പുറത്തു നിന്നുള്ള പഠനങ്ങളാണ്. വേറെ രീതിയിൽ നോക്കിയാൽ എനിക്കിപ്പം പറഞ്ഞു വരുമ്പം തോന്നുന്നൊരു ഇതാണ്, ഇതിന് വിധേയമാവുന്ന ആളുകളിൽ നിന്ന് വരുന്നേ. ഇപ്പൊ ഈ ഐഡന്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ലോകവ്യാപകമായ ഡിസ്കഷൻ നടത്തുന്ന ഒരു ഏരിയ അതാണല്ലോ. ഇപ്പോൾ അടി കൊള്ളുന്ന ആളും അടി കാണുന്ന ആളും ചിത്രീകരിക്കുമ്പോഴുള്ളൊരു വ്യത്യാസമുണ്ടല്ലോ. വല്യപ്പ മിസ്സിങ് ആണ്, അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലുള്ള ആള് അന്തമാനിൽ പോയിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റു പലരെയും ഇപ്പോഴും കാണാനില്ല. ഇങ്ങനെയൊക്കെയുള്ള സംഭവം നേരിട്ട് അനുഭവിച്ച ഒരു പ്രദേശത്ത് അതിൻ്റെ ഭാഗമായി ജീവിച്ച അതിൻ്റെ തുടർച്ചയിലുള്ള ഒരാൾ എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ടാവില്ലേ ഈ അബ്ബാസിനെ ഇത്തരത്തിൽ എത്തിക്കുന്നതിൽ? ഞാൻ സൂചിപ്പിക്കുന്നത് ഇപ്പം മറ്റു ആളുകൾക്ക് ഇല്ലാത്ത ഇതിൻ്റെ സഫറിങ് അനുഭവിച്ചൊരു വിഭാഗത്തിന്, ഇപ്പം പതിവും പാമ്പിരിക്കുന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇരകളും കാണുന്ന പോലെ ആയിരിക്കില്ല ഒരിക്കലും ഇതിനോട് ഐക്യപ്പെടുന്ന ആൾ പുറത്ത് നിൽക്കുന്ന ഒരാൾ കാണുന്നത് എന്ന്. അപ്പോൾ ഈ ഇരകളുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, കാരണം ബ്രിട്ടീഷുകാരുടെയും ജമ്മിമാരുടെയും പീഡനം ഒരേപോലെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള, രാജ്യഭ്രഷ്ടരാക്കപ്പെട്ടിട്ടുള്ള, വെടിവെപ്പിൽ മരിക്കേണ്ടി വന്നിട്ടുള്ള ഒരു സമുദായത്തിൽ നിന്നുള്ള ഒരാൾ എന്നുള്ള ഒരു പ്രത്യേകത കൂടി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതില് ഇപ്പൊ നമ്മളിപ്പോ ഇതിനെ സാമുദായികമായിട്ട് കാണുന്ന പഠനങ്ങളുണ്ട്. ഇപ്പൊ ഞങ്ങളെ നാട്ടിൽ നമ്മൾ ജനിച്ചു വളർന്നപ്പോൾ ഞാൻ പറയല് ഇതൊരിക്കലും സാമുദായികപരമായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഞങ്ങളെ നാട്ടിലെ എൻ്റെ അടുത്തുള്ള 2 ജന്മി കുടുംബങ്ങളുണ്ട്. ഒന്ന് ഹിന്ദു ജന്മി കുടുംബമാണ്, മറ്റൊന്ന് മുസ്ലിം ജന്മി കുടുംബമാണ്. ഈ മുസ്ലിം ജന്മി കുടുംബത്തിൽ നിന്ന് ഈ പുസ്തകം എഴുതാൻ ആലോചിക്കുന്നതിന് മുമ്പ്, ഇപ്പൊ നമ്മളന്ന് മലയാളത്തിലൊക്കെ ലേഖനങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് ലോക്കൽ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ കൂടെ കോളേജിലെ സ്റ്റുഡൻസിന്റെ കൂടെ പോയി കളക്ട് ചെയ്തപ്പോൾ അവിടുത്തെ ഒരു ജന്മി കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീയുടെ
പിന്നെ എഴുത്ത് കിട്ടുന്നുണ്ട്. അതാ പിന്നെ കുടുംബത്തിലെ സ്ത്രീ എഴുതി വെച്ച കണക്ക് പുസ്തകമാണ്, ഒരു ഡയറി എന്ന് പറയാവുന്ന കണക്ക് പുസ്തകം. അത് നല്ല മലയാളത്തില് 1924 എഴുതി വെച്ച പുസ്തകം. അപ്പൊ ഞാനത് വായിക്കാൻ ശ്രമിച്ചു, വീട്ടിൽ കൊണ്ടുവന്നിട്ട് കൃത്യമായിട്ട് വായിക്കാൻ ശ്രമിച്ചു. അപ്പൊ അതില് പറയുന്നുണ്ട്, മലപ്പുറം നേർച്ചക്ക് പഞ്ചാര വെള്ളം കലക്കി കൊടുത്തതിന്റെ കണക്ക്, ഞങ്ങൾ ഇത്ര രൂപക്ക് പഞ്ചാര വാങ്ങിയിട്ട് പഞ്ചാര വെള്ളം മലപ്പുറം നേർച്ചക്ക് കൊടുത്തു. അതുപോലെ ഒരു കാര്യം പറയുന്നുണ്ട്, ഞങ്ങളെ കുടുംബം 21 ലഹളക്കാരെ ഭയന്നിട്ട് നാട് വിട്ടോടി. കാരണം അവർ മുസ്ലിങ്ങളാണ്, ജന്മിമാരാണ്, മുസ്ലിങ്ങൾ തന്നെയാണ്. അതോ അതിൽ മുസ്ലിങ്ങളും നോൺ മുസ്ലിംസും ഉണ്ട്. നമ്മളിപ്പോ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ മലബാർ സമരത്തില് പങ്കെടുത്തത്. പണിക്കര് പറയുന്നുണ്ടല്ലോ, പണിക്കര് പറയുന്നുണ്ട് അതുപോലെ വിട്ടുപോകേണ്ടി വന്ന കുട്ടിക്കാലത്ത് അവർക്ക് പുറത്തേക്ക് കൊണ്ടുപോയി, പാലക്കാടേക്ക് കൊണ്ടുപോയി. ഇതൊരു മുസ്ലിം ജന്മി കുടുംബം ഓടി രക്ഷപ്പെടുന്നു. അവര് പരപ്പനങ്ങാടിയിലേക്കാണ്, വേങ്ങര എന്ന് പരപ്പനങ്ങാടിയിലേക്കാണ് ഓടി രക്ഷപ്പെടുന്നത്. പരപ്പനങ്ങാടിക്ക് പോകുമ്പോ വഴിയില് തിരൂരങ്ങാടിയിൽ മമ്പറത്തെ പള്ളിയിൽ കയറിയിട്ട് അവർ ചോദിക്കണം, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ ആളുകൾ കൊല്ലാൻ വരുന്നുണ്ട്. അപ്പൊ മമ്പറത്തെ പള്ളിയിലെ അന്നത്തെ പിന്നെ ഇമാമ് പറയുന്നുണ്ട്, നിങ്ങൾ ദിവസം 2 യാസീൻ ഓതിക്കോ. പിന്നെ 24 ഇവർ എഴുതി വെക്കുന്നത് 2 യാസീൻ ഓതിയതിന് മൊല്ലാക്ക കൊടുത്ത കണക്കാണ്. അപ്പൊ ആ പൈസയുടെ ഇതൊരു കണക്ക് പുസ്തകമാണല്ലോ. അപ്പൊ അതിൽ പറയണത്, എന്റെ യാസീന്റെ 1 രൂപ, മാസത്തിൽ 1 രൂപയാണ് യാസീനോദിന് കൊടുക്കുന്നത്. എന്റെ 1 രൂപ ഞാനും, എന്റെ ഭർത്താവിന്റെ മരണശേഷം എന്റെ മകൻ മുഹമ്മദ് ഭർത്താവിന്റെ 1 രൂപയും കൊടുത്തു പോരുന്നുണ്ട്. ഞാൻ അതിനെ വായിച്ചത്, അന്നത്തെ മുസ്ലിം സ്ത്രീ, മലബാറിലെ മുസ്ലിം സ്ത്രീക്ക് സ്വന്തം സ്വത്ത് കൈകാര്യം ചെയ്യാനുണ്ടായിരുന്ന സ്വാതന്ത്ര്യവും പ്രാപ്തിയൊക്കെ. കാരണം ഭർത്താവ് ജന്മിയാണ്, പക്ഷെ ഭർത്താവിന്റെ പൈസ ഭർത്താവ് കൊടുക്കുമ്പോ ആ ജന്മിയായ ഭർത്താവ് ഭാര്യയുടെ പൈസ കൊടുക്കുന്നില്ല. ഭാര്യക്ക് സ്വന്തം സ്ഥലവും കണക്കും പണവും ഒക്കെ ഉള്ളതുകൊണ്ട് ഭാര്യന്റെ പൈസയാണ് കൊടുക്കുന്നത്. ഭർത്താവ് മരിച്ചതിന് ശേഷം മകൻ പോലും ഈ സ്ത്രീയുടെ പൈസ അല്ല കൊടുക്കില്ല. അത് ഈ പൊതുവെ മലബാറിൽ നിലനിന്ന ഈ മാട്രിയാർക്കിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് മലബാറിലൊക്കെ നേരത്തെ കൺവെർട്ട് ചെയ്യപ്പെട്ട ഒരു സൊസൈറ്റി ആണല്ലോ എന്ത് പറഞ്ഞാലും. അപ്പൊ ആ ഒരു സൊസൈറ്റിയിൽ മാട്രിയാർക്കി ആയിരുന്നല്ലോ, ഈ മാതൃദായ ക്രമത്തിന്റെ തുടർച്ചയിലാണല്ലോ. അപ്പൊ അതിൽ സ്ത്രീകൾക്ക് ഈ സ്വത്ത് സൂക്ഷിക്കാനും അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു ശേഷി ഉണ്ടായിരുന്നു എന്നുള്ള പഠനങ്ങളും ഉണ്ടല്ലോ. അതെ, മാട്രിയാർക്കൽ. പക്ഷെ ഈ കുടുംബം മാട്രിയാർക്കൽ കുടുംബം അല്ല, അത് പാട്രിയാർക്കി ആണ്. കാരണം അല്ല, ലീനിയേജ് മാട്രിലിനിയൽ അല്ല, അവര് പാട്രിലിനിയൽ ആയിട്ടുള്ള കുടുംബം തന്നെയാണ്. പക്ഷെ പിന്നെ ഈ സ്ത്രീ നമ്മുടെ മഹാകവി പിന്നെ ചാക്കിരിയുടെ മകളാണ്. അവർക്ക് നല്ല മലയാളം എഴുതാൻ അറിയാം. അക്കാലത്ത് അറബി മലയാളം അല്ലല്ല, നല്ല മലയാളത്തിലാണ് അക്കാലത്ത് അവരത് എഴുതിയിട്ടുള്ളത്. മഹാകവി വീട്ടിൽ നിന്ന് പഠിപ്പിച്ചതായിരിക്കും. അപ്പൊ അദ്ദേഹം ജന്മിയാണ്. അദ്ദേഹം ഈ സ്ത്രീയെ കല്യാണം കഴിച്ച് വരുമ്പോ തന്നെ അദ്ദേഹത്തിന് ആ സ്ത്രീക്ക് വലിയ സ്വത്തുക്കളുണ്ട്. അത് അവര് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഭർത്താവല്ല അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ സ്ത്രീകൾക്ക് അത്തരത്തിലുള്ള പാട്രിയാർക്കി സംഭവത്തിൽ പോലും അക്കാലത്ത് സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മളെപ്പോഴും പറയല്, ഈ സമരത്തില് ഹിന്ദു ജന്മിമാർക്കാണ് ബുദ്ധിമുട്ടുണ്ടായതെന്ന്. ഒരു മുസ്ലിം ജന്മി കുടുംബം എങ്ങനെയാണ് ഓടി രക്ഷപ്പെട്ടത്, എത്രത്തോളം വിഷമം സഹിച്ചു എന്ന്. പിന്നെ ഇവർ വളരെ വിശ്വാസികളായിരുന്നു. അല്ല, അപ്പൊ അക്കാര്യത്തില് EMS ഉൾപ്പെടെയുള്ള ആളുകൾ എഴുതിയത് ജന്മിത്വ വിരുദ്ധമായിരുന്നു പ്രാഥമികമായിട്ടാണ്. അതെ അതെ. അപ്പൊ ആ നിലപാട് തന്നെയാണ്. അതെ, ആ നിലപാടിന് നമ്മളെ വീടിന്റെ തൊട്ടടുത്തുനിന്ന് എന്റെ വീടിന്റെ ഒരു 500 മീറ്റർ അപ്പുറത്തുനിന്ന് ഒരു കുടുംബത്തിൽ നിന്നുള്ള ഡോക്യുമെന്റൽ എവിഡൻസ് ആണ് നമുക്കുണ്ട്. പ്രാഥമികമായ ഡോക്യുമെന്റൽ എവിഡൻസ് ആണ് ഈ പിന്നെ ഇവരുടെ ഡയറി കുറിപ്പ്. അത്തരത്തിലുള്ള പല ഡോക്യുമെന്റുകളും നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പൊ ഈ പുസ്തകം നമ്മൾ പറഞ്ഞ പോലെ പുസ്തകം എഴുതാൻ വേണ്ടി ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ 4-5 വർഷം കൊണ്ടോ നമ്മൾ സമാഹരിച്ചതല്ല. വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ച ദീർഘകാലത്തെ അത് ഇപ്പൊ നമ്മള് പിന്നെ മെത്തഡോളജിക്കലി അതിനെ അപ്രോച്ച് ചെയ്തുന്നുള്ളൂ. നമുക്ക് ഈ ബോധ്യം വന്നപ്പോ നമ്മൾ അതിനെ ഇത്ര ഒരു മെത്തഡോളജി ഉപയോഗിച്ച്. അതല്ല ഞാൻ ചോദിച്ചത്, ഈ ഒരു മെത്തഡോളജിയിലേക്ക് പ്രവേശിക്കാനും എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? അല്ല, തുടക്കത്തിൽ പറഞ്ഞു ഭാഷയെ പ്രശ്നമാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ്. പക്ഷെ എന്നാൽ ഈ പുതിയ റീഡിങ് എന്തെങ്കിലും പ്രചോദനമായിട്ടുണ്ടോ അതിൽ? അല്ല, അതിലെനിക്ക് തോന്നി നമ്മൾ പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ടോണ്ടും ഫോറിൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സെന്റ് ആൻഡ്രൂസില് നമ്മൾ ക്ലാസ്സിൽ ഞാൻ അവിടെ പിന്നെ ഗ്ലോബൽ കൾച്ചർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ആ കോഴ്സ് ഇഷ്ടമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. ഒരു 30 പേരുണ്ടെങ്കിൽ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓക്സ്ഫോർഡിൽ നിന്നും പിന്നെ കാംബ്രിഡ്ജിൽ നിന്നൊക്കെ പഠിച്ച കുട്ടികളായിരിക്കും അവിടെ ഉണ്ടാകും.
അവരുടെ അപ്രോച്ച് വളരെ ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള അപ്രോച്ചാണ് പുറം ലോകത്തുള്ളത്. അതെ അവർക്ക് പുതുമ വേണം, ഏറ്റവും പുതിയതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ വേണം, എങ്കിലേ വർക്ക് ആക്സെപ്റ്റബിൾ ആവുള്ളൂ. ഇപ്പൊ നമ്മൾ ബ്ലൂംസ്ബറിയാണ് അതെ നിങ്ങൾക്ക് എന്ത് പറയാണ്ടെന്ന് അവർ ചോദിക്കും. അതായത് നമ്മളിപ്പോ അവിടെ പോയിട്ട് ഡെറഡ പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, പുതുതായിട്ട് എന്താണ് പറയാനുള്ളത് എന്നാണ്. അപ്പോ ആ രീതിയിൽ എനിക്ക് തോന്നി. പിന്നെ ബ്രിട്ടീഷുകാർ കൃത്യമായിട്ട് ഭാഷയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഏത് കാര്യത്തിലായാലും ഏത് ലേഖനത്തിലും അവർ ഉപയോഗിക്കുന്നത് ഇത്തരം പദാവലികളാണ്. അല്ല, നമുക്ക് ഡോക്യുമെന്റ് എവിഡൻസ് ആണുള്ളത്. ഇപ്പൊ ബാക്കി നിൽക്കുന്നത് ലിറ്ററേച്ചറാണ്. ആ ലിറ്ററേച്ചറിൽ അവർ ഉപയോഗിച്ചത് ലിംഗ്വിസ്റ്റിക് വാർഫെയർ ആണ്. ആ ലിംഗ്വിസ്റ്റിക് വാർഫെയറിനെയാണ് നമ്മൾ ഇന്ന് ഡീകോഡ് ചെയ്യേണ്ടതും ഡീകോളനൈസ് ചെയ്യേണ്ടതും നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും. മറ്റേത് അവർ ആളുകളെ വെടിവെച്ച് കൊന്നു എന്നുള്ളത് നമുക്കിന്ന് നമ്മുടെ അടുത്ത് അതിന്റെ തെളിവുകളില്ല. അതിന് ബാക്കി പത്രമായിട്ടുള്ളത് ഭാഷയിൽ അവരെഴുതിയ നമ്മൾ എഴുതിയ സാധനങ്ങളാണ്. അല്ല, അതോടൊപ്പം ഇതിലിപ്പം പരാമർശിക്കുന്ന ഈ ഒരു പ്രദേശത്തെ മൊത്തത്തിൽ പിശാചുവൽക്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ ആമസോൺ, അത് ആമസോൺ എന്നൊക്കെ പറയുന്ന ഒരു കാലത്ത് യൂറോപ്യൻസിനെ പേടി സ്വപ്നം തന്നെയായിരുന്നു. കാരണം അവരത് വളരെ തന്ത്രപൂർവ്വമാണല്ലോ. അതുപോലെ ഈ അബ്ബസി ആമസോണും ഈ സംഭവമൊക്കെ ഈ ഇതിൽ പരാമർശിക്കുന്ന പത്രങ്ങളുടെ ആർക്കൈവ്സിൽ എത്തിപ്പെടുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി വല്ല തിരിച്ചറിവുണ്ടായിരുന്നു? അങ്ങനെ ഇവർ ഈ രീതിയിൽ പത്രം, ഇപ്പം മലബാർന്ന് പത്രം ഒരു MSP പോലീസുകാർ ജേണൽ ഇറക്കിയല്ലോ, ആ ജേണല്, അതിന്റെ പേര്, അത്തരം കാര്യങ്ങൾ നേരത്തെ വല്ല അത് അറിയായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും എനിക്ക് തോന്നുന്നത് അത് സ്ട്രൈക്ക് ചെയ്ത് നമ്മളിത് വായിക്കുമ്പോൾ ഇപ്പൊ അത്തരത്തിലുള്ള ഒരു നൂറുകണക്കിന് പത്രങ്ങൾ, കാരണം ഓരോ ദിവസവും അവരിവിടുന്ന് സിംലയിൽ നിന്നും ബോംബെയിൽ നിന്നും എംബഡഡ് ജേർണലിസ്റ്റുകള് ന്യൂസ് ഉണ്ടാക്കിയിട്ട് ലോകത്തെ മുഴുവൻ പത്രങ്ങൾക്കും അവർ അയക്കുന്നുണ്ട്. അത് ഇവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ലണ്ടനിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഒക്കെ പത്രങ്ങൾ വരുന്നുണ്ട്. അത് സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത് എല്ലാ സ്ഥലത്തും, ഒരേ ഭാഷ. അത് ഇവിടുന്ന് അവര് തയ്യാറാക്കിയിട്ട് അവരുടെ ജേർണലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടാണ് അയക്കുന്നത്. അത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു മുഖ്യധാരാ മാധ്യമങ്ങള് ഒരു പാറ്റേൺ പിന്തുടരുന്നുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. അത് അതേപോലെ ഒരു ന്യൂസ് ലോഞ്ച് ചെയ്യുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരേ പാറ്റേണിലാണ് ഒരു ദിവസം മുഴുവൻ. അത് ശ്രദ്ധിക്കാതെ ഒന്നും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ മോഡേൺ കാലത്തും ചിലപ്പോ അവരുടെ ടേമുകളൊക്കെ അവരുപയോഗിക്കുന്ന ടേം ഇന്ന് ഉപയോഗിക്കുന്നത് ചിലപ്പോ അത് ആളുകൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഒരു പിന്നെ വ്യൂ പോയിന്റിലേക്ക് മാറ്റുന്നില്ല. കാരണം ന്യൂസുകൾ വരുന്ന ഇല്ല, വേണനെ കേൾക്കാൻ വരുന്ന പിള്ളേരെന്നാ പറയുന്നത്. ജയേന്ദ്രൻ അല്ലെ വേറൊരാളുടെ മ്യൂസിക് കേൾക്കാൻ വരുന്ന പിള്ളേരല്ല. ഒരു ചാനലിൽ ഞാൻ നേരിട്ട് ലൈവായിട്ട് കേൾക്കാം, ഇത് കേൾക്കാൻ വരുന്ന പിള്ളേര് എന്നാണ് ഈ ആങ്കർ. അവര് അങ്ങനെ ഈ പിള്ളേർക്ക് എതിരൊന്നും ആവണമെന്നില്ല, പക്ഷെ ഭാഷയിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഈ പ്രയോഗമാണ് വരുന്നത്. അപ്പം അത് ഈ ജാതീയവും അതുപോലെ വരണ്യപരവും ഒക്കെ ആയിട്ടുള്ള ഒരു ഭാഷയിൽ നിന്ന് തന്നെ വരുന്ന. അപ്പൊ അത് പ്രത്യേകിച്ച് ഈ കൊളോണിയൽ സാഹചര്യത്തിൽ അതിൻ്റെ ഒരു ഇന്നത്തെ സാഹചര്യമായി കൂട്ടിച്ചേർക്കുന്ന വർക്കുണ്ടല്ലോ, അത് ഇനിയും ഇതിന്റെ തുടർച്ചയിൽ വരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിലത് നന്നായി ചെയ്തിട്ടുണ്ട്. കാരണം ഇവരെ ഏത് രീതിയിലാണ് വെറുതെ പോലീസുകാർ ഹിച്ച്കോക്ക് വന്ന് പെട്ടെന്നൊരു ഉത്തരവ് ഇറക്കല്ല, ഇത് അതിന് മുമ്പ് തന്നെ ലോഞ്ച് ചെയ്യാണ് അവര്. ഇവരെല്ലാം വെടിവെച്ച് കൊല്ലേണ്ടിയാണ്. ഇപ്പൊ നമ്മൾ ഇന്നത്തെ പ്രസിഡന്റ് ഇന്ത്യ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ആരൊക്കെ ഉന്മൂലനം ചെയ്യപ്പെടാം, അതുകൊണ്ടൊരു കുഴപ്പമില്ല രാജ്യത്തിന്, ഇവരങ്ങ് പോയാൽ നാട് നന്നാവും എന്നുള്ളൊരു ഫീലിങ് ആദ്യം ഉണ്ടാക്കുകയാണ്. അത് ഉണ്ടാക്കുന്നതിൽ ഭാഷക്കും മീഡിയക്കും അന്നും ഇന്നും വലിയ റോളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇപ്പം ഈ ഡീകൊളോണിയൽ റീഡിങ് എന്നുള്ളത് ഇന്നും അന്നും പ്രസക്തം തന്നെയാണ്. അത് രണ്ട് രീതിയിലാണ് മാത്രം. ആഭ്യന്തര അടിമത്തം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ തന്നെ ഭാഷ. ഇപ്പോൾ AK വാസുവൊക്കെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വരുന്ന ഡോക്ടർ AK വാസുവൊക്കെ പറയുന്ന കാര്യം, പിന്നെ ഞങ്ങൾ വ്യാകരണ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുമ്പോൾ അന്ന് ഞങ്ങൾക്കെതിരായ പഠിക്കുന്നത് മനസ്സിലാവുന്നില്ല, അതിന് പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഇന്നാണ് ഈ ശ്ലോകമൊക്കെ അയാൾ റീഡ് ചെയ്തിട്ട് ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴാണ് കുറച്ചുകൂടി ഇത് എനിക്ക് തന്നെ എതിരാണല്ലോ. കാരണം പിന്നെ ഈ ജാതി എന്നൊക്കെ ഉള്ളത് ദൈവനിഷ്ഠാണെന്നും അതിൽ ഈ ഉത്തമവും അധമവും ഉണ്ടെന്നും അതിൽ അധമ വിഭാഗത്തിലാണ് സ്വയം അകപ്പെട്ട് എന്നും കൂടിയാണ് വ്യാകരണം. നമ്മൾ വിചാരിക്കുന്ന വ്യാകരണം ഇങ്ങനെ പ്രത്യേക സന്ധ്യ സമാസമൊക്കെ പഠിക്കുന്നതെന്നാണ്. പക്ഷെ അതോടൊപ്പം നമുക്കൊപ്പം വന്നിട്ടുള്ള ഈ പറയുന്ന ഉത്തമ നീച ബോധ്യങ്ങളുണ്ടല്ലോ, അത് ഇതിന് വിധേയമാകുന്ന ഇരകളാക്കപ്പെടുന്ന മനുഷ്യർ പോലും ആന്തരവൽക്കരിക്കാം. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ രീതിയിൽ ഇതൊരു
ഈ ബുക്കും ഒരു വലിയ കോൺട്രിബ്യൂഷൻ. മറ്റതിപ്പം നമ്മൾ ഒരുപാട് തെളിവുകളുണ്ട്, എവിടെയെല്ലാം വെടിവെപ്പ് നടന്നു, ആരെല്ലാം ഏത് രീതിയിലാണ്. അതിന് വലിയ തർക്കത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഒരു വലിയ വിപ്ലവം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് നടന്നാലും വിപ്ലവം തന്നെയാണ്. ഇപ്പം അൾജീരിയയിൽ വലിയ വിപ്ലവം തന്നെയല്ലേ, അതിലാണല്ലോ നമ്മൾ ഫാനോ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് പങ്കെടുക്കുന്നത്, സൈക്യാട്രിസ്റ്റ് ആയിട്ടും. പിന്നെ അതുപോലുള്ള വിപ്ലവങ്ങളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ടാവും. ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത അരുതാത്തമൊക്കെ സംഭവിക്കും. കാരണം മൊത്തം ഒരു മൊബൈലൈസേഷനാണല്ലോ. അതിലിപ്പം നല്ലതല്ലാത്ത മനുഷ്യരുണ്ടാവും, ഈ വളരെ സെക്കുലർ അല്ലാത്ത മനുഷ്യരുണ്ടാവും, കമ്മ്യൂണലായ മനുഷ്യരുണ്ടാവും, എല്ലാ വിഭാഗത്തിലും. പക്ഷെ ഇതിൻ്റെ കോമൺ ത്രെഡ് എന്നുള്ളത് പിന്നെ ആൻറ്റി കൊളോണിയൽ, ആൻറ്റി ഫ്യൂഡൽ സ്ട്രഗിളാണെന്നാണ്. പക്ഷെ അതിൻ്റെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്നത് മുഴുവൻ യൂറോപ്യൻസ് ആയിരുന്നു. അതിപ്പോൾ ഇന്നും നമ്മൾ വാറൊക്കെ നോക്കിയാൽ, ഗസയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ല, ഈ ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്ന ആരാണ്? അപ്പോൾ ആ നെറേറ്റീവിൻ്റെ പിന്നിലാണല്ലോ. അപ്പോൾ അവരങ്ങ് ഉന്മൂലനം ചെയ്താലും ഒരു ജനത പട്ടിണി കിടന്നാലും, ഇപ്പം ഇപ്പോൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഗസയിൽ നിന്ന് വരുന്ന ചിത്രങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ആക്ച്വലി പിന്നെ നമ്മൾ US-ൻ്റെ ഇതുണ്ടല്ലോ, നേരത്തെയുള്ള ഈ ഓഷ്വിറ്റ്സിൻ്റെ മ്യൂസിയം, ആ മ്യൂസിയത്തിലുള്ള ഫോട്ടോസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് കോവിഡ് കാലത്തിൽ ഓൺലൈൻ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം കംപ്ലീറ്റ് സംഭവങ്ങൾ ഇപ്പം നമുക്ക് അവൈലബിളാണ്. അതിലൊക്കെ മനുഷ്യരുടെ ഭക്ഷണമൊന്നും കൊടുക്കാതെ അതേ രീതിയിലാണ് ഇപ്പോൾ ഈ ഗസയിലുള്ള കുട്ടികളുടെ ചിത്രം. ഞാൻ പറയുന്നത് ഈ കൊളോണിയൽ ആയിട്ടുള്ള ഈ ആധിപത്യത്തിൻ്റെയും അധിനിവേശത്തിൻ്റെയും രീതിശാസ്ത്രം അന്നും ഇന്നും ഒരേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് ഭൂമിയാണ് വേണ്ടത്, സമ്പത്താണ് വേണ്ടത്, എല്ലാം ആലോചിച്ച റിസോഴ്സസ് ആണ് വേണ്ടത്. അപ്പോൾ അതിന് മറ്റുള്ള ആളുകൾ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ലൈക്ക് എ ട്രീ വിച്ച് ഈസ് ടു ബി കട്ട് ഓഫ്, അല്ല അങ്ങനെ അത്രയേ കാണുന്നുള്ളൂ അവർ. അപ്പോൾ ഒരു റോഡ് പോകുമ്പോൾ ഒരു മരമോ അല്ലെങ്കിൽ ഒരു ചെടിയോ അല്ലെങ്കിൽ മുള്ളോ എടുത്ത് മാറ്റുന്ന ആ രീതിയിൽ അവർ മനുഷ്യരെയും കാണുന്നുള്ളൂ. അവർ പട്ടിണി കിടന്ന പ്രശ്നമില്ല, മരിച്ചാൽ പ്രശ്നമില്ല. ഇതേ ആറ്റിറ്റ്യൂഡായിരുന്നു മലബാറിൽ ഉണ്ടായിരുന്നത്. അത് ആ അർത്ഥത്തിൽ വേൾഡിൻ്റെ തന്നെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഇതുപോലെ ഇംഗ്ലീഷിൽ ബുക്ക് വരുന്നു ആവശ്യമാണ്. കാരണം മലയാള പുസ്തകങ്ങളിലേക്കാൾ ഉപരി ഇംഗ്ലീഷിൽ വരുമ്പോൾ മലയാളികൾക്ക് ഇപ്പോൾ ഇതിനെപ്പറ്റി ഏതാണ്ടൊരു ബോധ്യമൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അല്ലെങ്കിൽ പോലും. പക്ഷേ അത് ഇൻ്റർനാഷണൽ സൊസൈറ്റിയുടെ മുമ്പിൽ ഇതുപോലുള്ള രചന വരികയും എന്തായാലും വായിക്കപ്പെടുമല്ലോ. ഇപ്പം ലോകവ്യാപകമായി സെയിലുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇപ്പം ഈ ഷാർജ ബുക്ക് ഫെയറിലൊക്കെ ബുക്ക് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അവരുടെ ബുക്ക് സ്റ്റാളൊക്കെ എല്ലാ സ്ഥലത്തും ഇപ്പം വ്യാപിക്കുന്നുണ്ട്. നോർമലി അതാ പറഞ്ഞത്. അപ്പം ഇറ്റ് മേ ഹാവ് എ ബെറ്റർ റീച്ച്. അപ്പം സ്വാഭാവികമായിട്ട് ഇതിന് അതിൻ്റെതായൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ദിശയിൽ ഇപ്പോഴും ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങൾ ഇനി ഒരുപാട് വികസിപ്പിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം കണ്ടെത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ ശരിയാണ്. പക്ഷെ ഈ രീതിയിൽ തന്നെ ഇപ്പോഴും തുടരാണല്ലോ. ഈ സമകാല ജീവിതാവസ്ഥയും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ ഒരു റീഡിങ്. കാരണം ഇപ്പോഴും ഈ ഡെമനൈസേഷൻ എന്നുള്ള വിധിയാണ്. ഇപ്പം നമ്മളിപ്പം ഒരാൾ ഒരു മുസ്ലിം നാമധാരി, അയാൾ സെക്കുലറാണെന്ന് വിളിച്ചു പറയേണ്ട ഒരു അവസ്ഥ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് തന്നെ നിലനിൽക്കുകയാണ്. അതേസമയത്ത് മറ്റെല്ലാവരും അവരെ മതം അനുഷ്ഠിക്കുന്നു, മതപരമായി ജീവിക്കുന്നു, മതകീയമായ മറ്റ് സംഭവങ്ങളൊക്കെ നടത്തുന്നു. അതൊക്കെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ ഡെമണൈസേഷൻ ഓരോ കാലത്തും യൂറോപ്യൻസ് എന്താണോ ചെയ്യുന്നത്. ഇപ്പം 1840കളിലാണ് ജൂതപ്രശ്നം യൂറോപ്പിൽ ചർച്ച ചെയ്യുന്നത്. 1843-44 ബ്രൂണോ ബെയറും കാൾ മാർക്സുമായിട്ടുള്ള സംവാദമൊക്കെ നടക്കുന്നത്. അപ്പം ജൂതപ്രശ്നം എന്നുള്ള ഒരു പ്രശ്നം അന്ന് ചർച്ചയ്ക്ക് ഇട്ടിട്ട് ഇവർ വലിയ അപകടകാരികളാണെന്ന് പറഞ്ഞ് ഓരോരോ മൂലക്ക് കൊണ്ടുപോയി ഇരുത്തി അവിടെ എന്നിട്ട് ഇൻറ്റേർണലായിട്ടൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കി അത് അറബ് ദേശീയതയായിട്ടുള്ളൊരു സംഘർഷമാക്കി മാറ്റി. ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ ഒരു യുക്തി. ഇതിപ്പം മറിച്ച് ഇപ്പം മുസ്ലിം എന്നുള്ളത് അപരത്വം വേൾഡ് വൈഡായി സൃഷ്ടിക്കുന്ന ഈ സംഭവം തന്നെ ഇന്ത്യയിലിപ്പോൾ കേരളം ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് പോവാണല്ലോ അല്ലേ? അതേപോലെ നെറേറ്റീവാണ്. അന്ന് വളരെ ഒറ്റയടിക്ക് യുദ്ധത്തിന് പോകില്ല അവർ ചെയ്തത്, ആളുകളെ കൊല്ലില്ല. അത് നെറേറ്റീവ് സൃഷ്ടിച്ചിട്ട് ഇത് ഇപ്പൊ നടക്കുന്നത് മാഷ് പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ആദ്യം ഒരു നെറേറ്റീവ് ഉണ്ടാക്കി ഇവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്നുള്ള ബോധ്യം
ഉണ്ടാക്കിയിട്ട് പിന്നെ അവരെ കൊല്ലാണ്, പിന്നെ അവർ ചോദിക്കാനില്ല. ഇല്ല, അതാണ് അതിന്റെ പ്രശ്നം. ഇപ്പോൾ ഇവര് ഹോട്ടലിൽ കൊടുക്കുന്ന ഭക്ഷണം തുപ്പിയതാണ്, വിഷമുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വലിയ അടച്ചു കൂട്ടുമ്പോൾ നമുക്കൊരു പ്രശ്നം തോന്നില്ല, ആർക്കും തോന്നില്ല. അദ്ദേഹം ഒരു തെറ്റ് ചെയ്താണ് അദ്ദേഹത്തിന്റെ വീട് ബുൾഡോസ് ചെയ്യാന്നുള്ള. അതാണ് ഇവരൊക്കെ എന്നോ തകർക്കേണ്ടതാണെന്നുള്ള ഒരു രീതിയിലേക്ക് ആളുകളെ മാറ്റാണ്. ബുൾഡോസിങ് എന്നുള്ളത് ഇപ്പൊ ഒരു നോർമലൈസ്ഡ് ആയി ഉണ്ടല്ലോ, ഒരു സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടതാണ് എന്നൊരു ഫീലിംഗ് ആണ് ഡൽഹിയിലും ജാർഖണ്ഡിലും അതുപോലെ ഉത്തർപ്രദേശിലെ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഏതാണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത് അവിടെ നിൽക്കുന്നതല്ല. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മണ്ഡലമാണല്ലോ. ആലോചിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടത്തിയ ജ്ഞാനസഭ എന്ന് പറയുന്നത്, നമ്മളെ വൈസ് ചാൻസലർമാർ വരെ പങ്കെടുക്കുന്ന ജ്ഞാനസഭ എന്ന് പറയുന്നത് ലക്ഷ്യമാക്കുന്നത് എന്താ? നമ്മളുടെ വിദ്യാഭ്യാസം ഒരു വലിയ പരിധിവരെ സെക്കുലറും അതുപോലെ തന്നെ സയൻറ്റിഫിക്കും ഇൻക്ലൂസീവും ഒക്കെയാണ്, വലിയ പരിധി വരെ, പൂർണ്ണമായിട്ടില്ലെങ്കിലും. അപ്പോൾ അതുപോലും ഒഴിവാക്കപ്പെടുകയാണല്ലോ. ഇപ്പം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സിലബസിൽ നിന്ന് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പേര് ഒഴിവാക്കി, കാസ്റ്റ് സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് ഒഴിവാക്കി, പിന്നെ അംബേദ്കർ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അംബേദ്കർ പണ്ടേ ഒഴിവാക്കപ്പെട്ടാണ്, പക്ഷേ കടന്നു വന്നു. ഇപ്പോൾ 80s ശേഷം അതൊക്കെ നമ്മളെ ഒരു ഏതാണ്ട് ഇൻക്ലൂസീവായി കൊണ്ടിരിക്കുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ മണ്ഡലത്തിലുള്ള പഠനങ്ങൾ ഒരുപാട് വന്നല്ലോ. അപ്പം നേരത്തെ പറയുന്നുണ്ട്, ഇവർ എന്നൊക്കെയാണോ റെസിസ്റ്റൻസ് ശക്തമാകുന്നത് അപ്പോഴൊക്കെയാണ് ഈ ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വ അത് കൂടുതൽ ആക്രാമകമായ രീതിയിലേക്ക് വളർത്താൻ അവർ ബോധപൂർവ്വം ശ്രമിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. അതിൻ്റെ ഒരു പൂർണ്ണതയിൽ കേരളം പോലുള്ള ഇത്രയും പുരോഗമന ഇടതുപക്ഷ രാഷ്ട്രീയമൊക്കെ സമ്പന്നമായ ഒരു സ്ഥലത്ത് ഒരു ജ്ഞാനസഭ യാതൊരു റെസിസ്റ്റൻസും ഇല്ലാതെ, യാതൊരു പ്രതിരോധവും ഇല്ലാതെ നമ്മുടെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ വരെ പങ്കെടുത്ത്, ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരുന്നു, ഈ സെനറ്റ്, അക്കാഡമിക് കൗൺസിൽ, ഇതിലൊക്കെ ലിസ്റ്റുകൾ വന്നപ്പം ഇന്നലെയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊക്കെ വളരെ ബോധപൂർവം ഈ സാഫ്രണൈസേഷന് സഹായകരമായ ആളുകളുടെ പേരാണ് ഭൂരിപക്ഷമുള്ളത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു VC വരുമ്പോൾ VC ആണ് അക്കാഡമിക് കൗൺസിലിൻ്റെ ഹെഡിനെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ. അപ്പോൾ അത് തുടർച്ചയായിട്ട് അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്ന ആളുകൾ അതിൽ മെമ്പർമാരാകുന്നു. അപ്പം ദീൻ ദയാൽ ഉപാധ്യായ പഠിക്കണോ, അല്ലെങ്കിൽ ഏത് ടെസ്റ്റ് പഠിക്കണം, സവർക്കർ പഠിക്കണോ, വിചാരധാര പഠിക്കണോ? അതിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പഠിക്കുന്നതിലൊരു കുഴപ്പമില്ല, പക്ഷേ ഏത് രീതിയിലാണ് നമ്മൾ ടെസ്റ്റ് പഠിപ്പിക്കുമ്പോൾ എപ്പോഴും, പ്രത്യേകിച്ച് ഈ അക്കാദമിക് ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ രീതിയിലല്ലല്ലോ പഠിക്കുന്നത്. ആ ടെസ്റ്റ് അത് മഹത്വവൽക്കരിച്ച് എന്നാലേ കുട്ടികൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ഇവരിപ്പോൾ പഠിക്കുന്നത് എന്താ? അത് കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു സംഭവത്തിൽ പറഞ്ഞു. കാരണം ഇവർ ഇപ്പം ഇത് എഴുതുന്ന ഡോക്ടർ ശ്യാംകുമാറോ അല്ലെങ്കിൽ ഡോക്ടർ വാസുവോ ഒക്കെ നോക്കിയാൽ പോലും അവർ പഠിക്കുന്ന കാലത്ത് അവർ മാർക്ക് കിട്ടാൻ വേണ്ടിയാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അന്ന് എത്രത്തോളം ക്രിട്ടിക്കലാവാൻ പറ്റുമെന്നുള്ളത് അത് നമുക്കൊക്കെ ഉണ്ട്. നമ്മളൊക്കെ തന്നെയും പഠിക്കുന്ന കാലത്ത് ഇതൊക്കെ പഠിച്ചു എന്നല്ല തന്നെ, പക്ഷേ അന്നത്തതിനേക്കാൾ ഇപ്പോൾ റീഡ് ചെയ്യുമ്പോൾ അവർക്കും നമുക്കുമൊക്കെ വ്യത്യസ്തമായ റിസൾട്ടുകൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ നിർദോഷമായി സംഭവിക്കുന്നതല്ല. പെട്ടെന്ന് തന്നെ രാജ്യം വളരെ അപകടകരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് കേരളം ഉൾപ്പെടെ നീങ്ങാനുള്ളൊരു സാഹചര്യമുണ്ട്. ഇതിപ്പം വെറുതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കൊന്നും മാറ്റിയെടുക്കാവുന്ന ഒരവസ്ഥയല്ല. ഇതുപോലുള്ള സമാന്തരമായിട്ടുള്ള പുസ്തകങ്ങൾ, വർക്കുകൾ, ഇടപെടലുകൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, അങ്ങനെ ബഹുതലത്തിലുള്ള സംഭവങ്ങൾ. കാരണം കൾച്ചറിനെയാണല്ലോ ഇത് വിഴുങ്ങുന്നത്. നമ്മളൊരു സെക്കുലർ ഫാബ്രിക് പോയാൽ പിന്നെ ആ നാട്ടിൽ എന്തായിരിക്കും സ്ഥിതി നമ്മൾ ആലോചിച്ചു. ഈ മറ്റത് ഒരു കലാപം അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ സമരം എന്നുള്ളത് നമുക്ക് നേരെ ഫോക്കസ് ചെയ്ത ഒരു എനിമിയും ഇതുമുണ്ട്. ഇതിപ്പോൾ ആൾക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തോ ഒരു സിലബസിലൊരു മാറ്റം, അതിലിപ്പോൾ എന്താ സംഭവിക്കാനുള്ളത്, അങ്ങനെയാണ് വിചാരിക്കുന്നത്. കേരളത്തിൽ നിന്ന് നമ്മൾ ആലോചിച്ച് ഈ മലബാർ കലാപം ഇത്രയും വലിയ സംഭവമായിട്ടും ഇത് എത്രമാത്രം നമ്മളെ ചരിത്രത്തിൻ്റെ ഒക്കെ ഭാഗമാണ്. നേരത്തെ പോലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കേരളം ആയതുകൊണ്ട് ഇതൊക്കെ സംവാദമണ്ഡലത്തിലുണ്ട്, ദാറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. പക്ഷെ അതിൽ കവിഞ്ഞ് ഇതെല്ലാം അക്കാദമികമായ രീതിയിൽ വരണ്ടേ. ഇപ്പം ഈ ചോദിക്കുന്ന പല ചോദ്യങ്ങളും നമുക്ക് നേരത്തെ ചോദിക്കാൻ കഴിയില്ല. അപ്പം അത് തന്നെ ഒരു വലിയ പ്രശ്നമാണല്ലോ. പക്ഷേ അത് വൈകിയാലും ഇപ്പം വരുമ്പം ഇനിയിപ്പം അത്ര എളുപ്പത്തിൽ ചോദ്യമൊക്കെ വന്നാലും മറുഭാഗത്ത് ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയാൽ ബാലവാടി മുതൽ PhD വരെ എടുക്കുന്ന ആളുകൾ
ഇതാണ് ലിയോ ട്രാൻഡിയൊക്കെ ബുക്കിൽ അന്നേ പറഞ്ഞത്. ഈ ടെക്നോ ക്യാപിറ്റലിസം എന്ന് പറയുന്ന പുതിയൊരു പ്രതിഭാസവും കൂടി വരുന്നതോടുകൂടി പിന്നെ ജെന്യുവിനായ ഒരു ഗവേഷണവും നടക്കാത്തൊരു കാലമാണ് മുമ്പിലുള്ളത്. അതിനെ കൗണ്ടർ ചെയ്യാൻ അന്നും അക്കാലത്ത് അതൊന്നും നമ്മുടെ ഈ പഴയ സാമ്പ്രദായിക റീഡിങ്ങിൽ ഞാനൊക്കെ എഴുതിയപ്പോൾ ആളുകൾ തെറിയൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ലിയോട്രാർഡിനോട് വിയോജിക്കുക ആർക്ക് വേണമെങ്കിലും. പക്ഷേ കൗണ്ടർ നെറേറ്റീവ് എന്നുള്ളത് കുതർക്കപരമായിട്ടുള്ള, അദ്ദേഹം പാരലോജി എന്നാണ് ഉപയോഗിക്കുന്നത്, ഈ കുതർക്കപരമായിട്ടുള്ള ഈ ചിന്തകൾ ഓരോ പ്രദേശത്തും ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് മാത്രമേ ഇതിൽ ഫ്രെഡറിക് ജെയിംസണും പറഞ്ഞാൽ അത് തന്നെയാണല്ലോ, നിങ്ങൾ വലിയ ചാനൽ വന്നോട്ടെ, പക്ഷേ നിങ്ങൾ ലോക്കലായിട്ടുള്ള ചാനലുകൾ, ലോക്കലായിട്ടുള്ള വാർത്താ പ്രക്ഷേപണങ്ങൾ, ലോക്കലായിട്ടുള്ള മീഡിയ ഇത് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ളൊരു പുതിയ രീതിയാണ്. അതിപ്പം അവർ ഒന്ന് ചെയ്യുമ്പോൾ ഇത് 100 വേണ്ടി വരും. അതാണ്, അതുകൊണ്ടാണ് ബഹുസ്വരത എന്നുള്ളത് വളരെ അനിവാര്യം നമ്മൾ പറയുന്നത്. അല്ല, മാഷിപ്പോ പറഞ്ഞ ഈ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രശ്നം ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ മലബാർ സമരത്തെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിദ്യാർത്ഥികളാണ് ആദ്യം എല്ലാ സമരത്തിനും മുമ്പിൽ നിൽക്കേണ്ടത്. ഇപ്പോ ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മൊത്തം വിദ്യാർത്ഥി സമൂഹം ഒന്നിച്ച് സമരത്തിന് ഇറങ്ങി ശരിക്കും ഇതിനെ പ്രതിരോധിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ നേരത്തെ ഇങ്ങനത്തെ നെഗറ്റീവ് ഉള്ളത് കൊണ്ട് ഇപ്പൊ എല്ലാവരും മറന്ന് അല്ല ഇത് വലിയ പക്ഷെ മലബാർ സമരത്തിലേക്ക് വരുമ്പോ ശരിക്ക് വിദ്യാർത്ഥി സമൂഹം അതേപോലെ പിന്നെ അത്തരത്തിലുള്ള അന്നത്തെ നോളജ് ഡെവലപ്പ് ചെയ്യുന്നവരും നോളജ് സർക്കുലേറ്റ് ചെയ്യുന്ന സമൂഹമാണ് ഒന്നിച്ചു നിന്നിരുന്നത്. ആലി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു വലിയ അന്നത്തെ ഒരു അധ്യാപകൻ, അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങള്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുള്ള അവര് നടത്തിയിരുന്ന പിന്നെ ദർസുകളുടെ അഥവാ പാഠശാലകളുടെ ആ പാഠശാലകളായിരുന്നു ഇതിന്റെ പ്രഭവ കേന്ദ്രങ്ങൾ. നമുക്കെല്ലാ പിന്നെ സമരത്തിലും നമുക്കറിയാം വിദ്യാർത്ഥികളാണ് പ്രക്ഷോഭത്തിന് ഇറങ്ങിയത്. ഏത് വലിയ സമരങ്ങൾ എടുത്താലും ഇവിടെ അങ്ങനെ തന്നെ. പക്ഷെ ആ രീതിയിൽ അത് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ അതെന്ത് ചെയ്തു, ഒരു മുസ്ലിം ക്ലർജിയുടെ സ്വാധീനമായിട്ടും അത് പിന്നെ ഈ നെഗറ്റീവ് ആദ്യം കൊണ്ടുവന്ന തോമസും ഹിച്ച്കോക്കും ഇത് പറയുന്നുണ്ട്, ഇതൊരു മുസ്ലിം സമരമാണ്, മുസ്ലിം ക്ലർജിയുടെ പുറകിലാണ്. അപ്പോൾ ഇത് റിപ്പോർട്ട് പിന്നെ മദ്രാസിലേക്ക് അയച്ചിട്ട് അതിന് അവിടുന്ന് ഒരു കമ്മീഷൻ ഇടുന്നുണ്ട്. അതിന്റെ ഹെഡായിട്ടുള്ള നാപ്പ് പറയുന്നുണ്ട്, അല്ല ഇതൊരു മുസ്ലിം സമരമല്ല, നിങ്ങൾ MP നാരായണ മേനോൻ കാണുന്നില്ല, അദ്ദേഹം മുസ്ലിം അല്ല, ഈ സമരത്തിന് മുന്നിൽ നിൽക്കുന്ന ആള്. അല്ല ഇപ്പൊ ഈ ഇറാൻ ആക്രമിച്ചല്ലോ ഇസ്രായേല്, ആ സമയത്ത് കൃത്യം ഫ്രാൻസിൽ ഇറങ്ങിയ അവിടുത്തെ വളരെ പ്രബലമായ ഒരു മാസിക, പിന്നെ നമ്മൾ ട്രൈബ് എന്നൊക്കെ പറയുന്ന പോലെ, പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. ആ മാസിക എനിക്ക് അവിടെ നിന്ന് മകളൊരു യാത്രയിലായതുകൊണ്ട് അവൾ ഒരു ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ അയച്ചു തന്നെ. പിന്നെ ഞാൻ നെറ്റിൽ നോക്കി അത് കിട്ടി. ആ മാസികേൻ്റെ കവർ മുല്ലമാരുടെ കാലം അവസാനിക്കുന്നതാണ്. അപ്പോൾ ഒരു മുല്ലയുടെ ഫോട്ടോ കൊടുത്ത് മുല്ലമാരുടെ കാലം അവസാനിക്കുന്നു എന്ന് പറയുമ്പം യൂറോപ്പിൽ അതിന് കിട്ടുന്ന ഒരു റീച്ചാണ്, ആലോചിച്ച് നോക്കണം. അപ്പോൾ ആ രീതിയിൽ ഡെമണൈസേഷൻ എന്നുള്ള പല രീതിയിൽ വരാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇൻ്റർനാഷണലാണ് ഈ ഫെനോമിനൻ, അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല. അത് വളരെ അതൊന്നും ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഇത് തുടങ്ങിയപ്പോ തന്നെ ഇപ്പൊ ഇതിന്റെ ഒക്കെ പറയുന്നത് അവരെഴുതുന്നത് പ്രിലീഡ് ഓഫ് റെബല്യൻ പൂക്കോട്ടൂരാണ്. അവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളെ മുസ്ലിമായിട്ട് ഐഡന്റിഫൈ ചെയ്യും, അദ്ദേഹത്തിന് കൂടെ എല്ലാ ആൾക്കാരും ഉണ്ട്. എന്നിട്ട് അദ്ദേഹം ഇവര് പറയുന്നത് തിരുമുൽപ്പാടിന്റെ പദ്ധതി ഇത് പള്ളിയാക്കാൻ ശ്രമിക്കുകയാണ്. അത് ഞാനിതില് പിന്നെ ഡീകോളനൈസ് രീതിയിൽ വായിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട്, അന്ന് രാത്രി ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള പൈസ കൊടുക്കാനുണ്ട്, ആ പൈസ കയ്യിലില്ല, തിരുമുൽപ്പാടിന്റെ കയ്യിലില്ല. അപ്പോ അത് കിട്ടിയാലേ പോവുള്ളൂ എന്ന് പറയുമ്പോ അതില് 2 ടെനൻസ് അവരുടെ ഭാര്യമാരുടെ സ്വർണം കൊണ്ടുവന്ന് കൊടുത്തിട്ട് രാവിലെ സ്വർണം തിരിച്ചു വരുമ്പോ ഞങ്ങൾ പൈസ തരാനാണ്. അവർ 2 മുസ്ലിങ്ങളാണ്. അപ്പൊ അവിടെ മുസ്ലിങ്ങളുടെ പേര് പറയുന്നില്ല. അത്തരത്തിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ തിരുരങ്ങാടിയില് പിന്നെ ആലി മുസ്ലിയാരുടെ കീഴിലുള്ള വലിയ ഒരു മൂവ്മെന്റ്, വിദ്യാഭ്യാസപരമായിട്ട് അദ്ദേഹം നടത്തിയ വലിയ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന പൊതുസമൂഹം ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ നമുക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ ചരിത്രം പരിശോധിച്ചാൽ അല്ല, അതുപോലെ മാറുമറക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ ജാതിയായിട്ട് ബന്ധപ്പെടുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, അതിനെ മറികടക്കാൻ മലബാറിൽ ഇതിനൊരു റോൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം മറ്റേതൊരു മതവിശ്വാസം പോലെയാണല്ലോ, അവർണരായ ആളുകൾ മാറുമറക്കരുത്. അപ്പോൾ അത് വലിയൊരു സമരമായി സൗത്ത് ഇന്ത്യയിലാണ് മാറിയത്. സൗത്ത് കേരളത്തിലാണ് മാറിയത്. നോർത്ത് കേരളത്തിൽ അതിൻ്റെ ആവശ്യം വരാതിരുന്നത് ടിപ്പുവിൻ്റെ കാലം മുതൽ തന്നെ ഈ മാറുമറക്കുക എന്നുള്ളത് ഉത്തരവ് തന്നെ ഇട്ടിട്ടുണ്ട്. മാറുമറച്ചോളം
മറുമറക്കാൻ ആരെങ്കിലും തടസ്സം നിന്നിട്ടുണ്ടെങ്കിൽ അവർ അതിന് പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നു. അപ്പം ആ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലബാറിൻ്റെ ഒരു ചിത്രം തെക്കൻ കേരളത്തിൻ്റെ ഒരു ചിത്രമല്ല. അതുകൊണ്ട് തന്നെ മലബാർ കലാപത്തിനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് പ്രദേശങ്ങളിൽ വിഭിന്നമായിട്ട് ഇപ്പോഴും ഈ ജാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മലബാറും തെക്കൻ കേരളമായിട്ട് വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ ഇതിലുള്ള ഈ അംബേദ്കർ ഇത് വേറെ രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. അംബേദ്കറുടെ ഒരു വാള്യത്തിൽ ഈ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളുടെ വരവും അതിൻ്റെ സാന്നിധ്യവും അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ സമൂഹത്തിലുണ്ടായിട്ടുള്ള ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. അതിപ്പം നമ്മുടെ കാലടിയിൽ തന്നെ ഒരു കുട്ടി കിണറിൽ വീണ സംഭവം, അത് അങ്ങനെയുള്ള പലതും. അതുപോലെ ഈ ഗുജറാത്തിൽ ഒരു ദളിത് സ്ത്രീ പ്രസവിച്ചപ്പോഴുള്ള സംഭവം, ഇങ്ങനെ പല സന്ദർഭങ്ങളും വിവരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ഒരു വോള്യത്തിൽ. 5-ാമത്തെയോ 6-ാമത്തെയോ വോള്യത്തിലാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത്, അപ്പോൾ ഇത് വാസ്തവത്തിൽ അതും ഒരു ഘടകമായിരിക്കും. ഇന്നിപ്പോൾ ഇത്രമാത്രം ഇസ്ലാമോഫോബിക് ആക്കുന്നതിൻ്റെ ഒരു കാരണം ഈ മനുവാദ കേന്ദ്രിതമായിട്ടുള്ള ഒരു വ്യവസ്ഥക്ക് ഈ ഇതര വിഭാഗങ്ങളുടെ സാന്നിധ്യം. കാരണം ഇതര വിഭാഗങ്ങൾ മറ്റൊരു ബെറ്റർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആളുകൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് ആകർഷകരാകില്ല. അതിൻ്റെ എന്തെല്ലാം പരിമിതി ഉണ്ടെങ്കിൽ പോലും ഈ ജാതീയമായിട്ടുള്ള ഒരു ഉച്ചനീചത്വം എന്ന് പറയുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു അസഹ്യത നമ്മൾ വിചാരിക്കുന്നതിൽ വളരെ കൂടുതലാണല്ലോ. അപ്പോൾ ആ ഒരു ഫാക്ടർ കൂടി മലബാർ കലാപത്തിൽ ഉണ്ടാവില്ലേ, നമ്മൾ പെട്ടെന്ന് കാണുന്നില്ലെങ്കിലും. പക്ഷെ അത് വല്ലാതെ പഠനങ്ങൾ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല അത്തരത്തില് അല്ല, ഇനിയും അങ്ങനത്തെ ഒരുപാട് പഠനങ്ങൾ ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്തായാലും ഇപ്പൊ നമ്മൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ശരിക്കും ഈ മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ലേ, ഇത് കൊണ്ടുവരാൻ ഈ സമരം കാരണമായിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ആദ്യത്തെ സ്കൂൾ കുണ്ടട്ട് 1839 ഉണ്ടാക്കി. പിന്നെ അദ്ദേഹം സിലബസ് ഉണ്ടാക്കി. പിന്നെ ഈ മാപ്പിള സ്കൂളുകൾ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒത്തുപള്ളികളൊക്കെ സ്കൂളാക്കി മാറ്റാൻ നിർബന്ധിക്കുകയാണ് അവരുണ്ടായത്. ഞാനൊക്കെ ഈ മലബാറിൽ കോഴിക്കോട് ജില്ലയിലായിട്ടും മാപ്പിള സ്കൂളാണ്, അന്ന് മാപ്പിള സ്കൂളിലാണ് പഠിക്കുന്നത്. അതെ അതെ. അപ്പം കാരണം അതിനൊരു റോളുണ്ട്. എൻ്റെ നാട്ടിലെ ഒരേ ഒരു ദളിത് കുടുംബത്തിലുള്ള കുട്ടികളും ആ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അത് കാണിക്കുന്നത് ഈ അൺടച്ചബിലിറ്റിയുടെ ഒരു ഇതാണല്ലോ ആ ഘട്ടത്തിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളൊക്കെ അനുഭവത്തിൽ തന്നെ കണ്ടിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ മുല്ലമാര് നടത്തിയിരുന്ന മുല്ലാക്കന്മാര് നടത്തിയിരുന്ന പാഠശാലകളാണ്. ഇതിനെയൊക്കെ ഗവൺമെന്റ് ഫണ്ട് ചെയ്തിട്ട്, കാരണം അവർക്കറിയാം ഇനിയും ചിലപ്പോൾ ഇത്തരം സമരങ്ങൾ അവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന്. എന്നിട്ട് അതിനു വേണ്ടിയുള്ള ഒരു സിലബസ് ഒക്കെ ഉണ്ടാക്കി, ഗുണ്ടത്തിനെ അതിനു മുമ്പേ സിലബസ് ഉണ്ടാക്കാനും ഇവിടെ സ്കൂളുകളുടെ കാര്യങ്ങളൊക്കെ നിയമിച്ച് വിദ്യാഭ്യാസ സിസ്റ്റത്തിലൂടെയാണ് ഈ സമരത്തിന്റെ ഒരു ശക്തി കുറക്കാനുള്ള ഒരു ശ്രമം നന്നായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ആ തരത്തിൽ തിരിച്ചറിഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നുണ്ട്. ഇത്തരത്തിലുള്ള പഠനങ്ങൾ നമുക്ക് ഇനി ആവശ്യമാണ്. കാരണം വിദ്യാഭ്യാസ രംഗത്തെ ഈ മോഡേൺ എഡ്യൂക്കേഷൻ അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ കാരണം അവർക്ക് അനുകൂലമായ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ രീതിയിലുള്ള പഠനങ്ങളൊക്കെ അല്ല, ഇതിനും ഈ സമരത്തെ എത്രയോ പല രീതിയിൽ വ്യാഖ്യാനിക്കുകയും നടത്തേണ്ട ആവശ്യം. അതിപ്പോ ഇതുപോലുള്ള ഒരു വലിയ ഈവന്റിന് ഒരുപാട് രീതിയിൽ റീഡ് ചെയ്യാം. പക്ഷെ ആ റീഡിങ്ങിന് എന്തെങ്കിലും സോഷ്യലായിട്ടുള്ളൊരു ഇൻപുട്ട് വേണമല്ലോ. അത് ഇതില് ആ അർത്ഥത്തിൽ സമ്പന്നമാണ്. കാരണം ഒരുപാട് നമ്മൾ മറ്റ് രചനകളിൽ നിന്ന് വായിക്കാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പം പണിക്കരൊക്കെ സൂചിപ്പിച്ചു പോയ കുറച്ച് കാര്യങ്ങളുടെ വിപുലീകരണമുണ്ട്. ഇപ്പം ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻ്റലക്ച്വൽസിൻ്റെ ഈ മൗലവിമാരുടെ ഒക്കെ പങ്ക് പണിക്കരൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ അത് കുറേയും കൂടി കൃത്യതയോടുകൂടി ഇതിൽ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതിന് സപ്പോർട്ടിങ് മെറ്റീരിയൽസോടുകൂടി വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ നമ്മൾ എല്ലാവരും അറിയുന്നവരാണ്. അലി മുസ്ലിയാരുടെ പൗത്രൻ മുഹമ്മദ് അലി മുസ്ലിയാർ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ അലി മുസ്ലിയുടെ മകളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ നമ്മൾ പല സമയത്തായിട്ട് അവരെ കണ്ടതാണ്. അലി മുസ്ലിയാരുടെ വീട്ടില് ഈ അദ്ദേഹം മുഹമ്മദ് അലി മുസ്ലിയാർ സൂക്ഷിക്കുന്ന അലി മുസ്ലിയാരുടെ ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ബ്രിട്ടീഷുകാര് ബൂട്ടിട്ട് ചവിട്ടിയതിന്റെ പാടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ 75ാം വാർഷിക സമയത്ത് പല ആവശ്യത്തിനും നമ്മളൊരു താല്പര്യത്തിനനുസരിച്ച് ആ നാട്ടിലൊക്കെ നടന്നിട്ട് സമരത്തെ നേരിട്ട് കണ്ടവര്, സമരത്തിൽ പങ്കെടുത്തവര് ഒക്കെ നമ്മള് ആ സമയത്ത് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അല്ല, അതൊക്കെ വലിയ പ്രചോദനാണ്. പിന്നെ പുസ്തകം എഴുതുമ്പോൾ നമുക്ക് അതൊക്കെ വലിയ ഡോക്യുമെന്റ് ആണ്. കാരണം ഇപ്പൊ അവരത് ജീവിച്ചിരിപ്പില്ല. പ്രത്യേകിച്ച് അലി മുസ്ലിയാരുടെ മകളൊക്കെ അലി മുസ്ലിയാരെ കുറിച്ച് സംസാരിച്ച കാര്യങ്ങള്, അത്തരത്തിലുള്ള ഒരുപാട് ഡോക്യുമെന്റുകൾ അവൈലബിൾ ആണ്. പിന്നെ അതിലേറെ നമ്മൾ അതിശയപ്പെടുത്തുന്നത് അക്കാലത്ത് കുഞ്ഞാമാജി ഹിന്ദുവിൽ എഴുതിയ കത്ത്, അത് ആ കാലത്തെ ഡോക്യുമെന്റ് ആണല്ലോ. അതേപോലെ അമേരിക്കയിൽ 2 പത്രങ്ങളിൽ നല്ല ഇംഗ്ലീഷിൽ
താരതമ്യേന നല്ല ഇംഗ്ലീഷിൽ ഫ്രീ പ്രസ്, അതേപോലെ പിന്നെ ഒക്കെ അദ്ദേഹം അക്കാലത്ത് എഴുതിയ, അദ്ദേഹം അമേരിക്കാരോട് പറയുന്നുണ്ട് എന്ത്, നിങ്ങൾ ഈ നരേറ്റീവ്, അത് ഏറ്റവും പ്രധാനം, ആ നരേറ്റീവ് അവർ തിരിച്ചറിഞ്ഞിരുന്നു. അവർ പറയുന്നുണ്ട് നിങ്ങൾ നരേറ്റീവ് വിശ്വസിക്കരുത്, നിങ്ങൾ ബ്രിട്ടീഷുകാർക്ക് എങ്ങനെയാണോ പോരാടിയത് അത്തരത്തിലുള്ള ഒരു പോരാട്ടമാണ് ഞങ്ങൾ നയിക്കുന്നത് എന്നും, ഞങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, അവിടെ പ്രത്യേകിച്ച് അദ്ദേഹം സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഈ സമരം, നിങ്ങൾ കാത്തു നിൽക്കണം, നിങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കും, എന്നിട്ട് നിങ്ങൾ തീരുമാനം എടുക്കാൻ പാടുള്ളൂ എന്ന് അമേരിക്കൻ ജനതയെ ഇദ്ദേഹം ഇവിടെ നിന്ന് കത്ത് എഴുതിയിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട് സമരത്തിന്റെ കൂടെ നിൽക്കണം എന്നുള്ളത്. പക്ഷെ അതിലേറെ വലിയ പ്രൊപ്പഗണ്ടയാണ് അപ്പുറത്തുള്ളത്. അവര് ഫിലിം ഉണ്ടാക്കുന്ന കാലത്ത്, എന്നിട്ട് ആ ഫിലിം അമേരിക്കയിൽ പ്രദർശിപ്പിക്കുന്നു, അവിടെ പരസ്യം കൊടുക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഞ്ച് വിപ്ലവത്തെക്കാളേറെ അവർക്ക് വലിയ തലവേദനയായിട്ടുള്ള വലിയ വിപ്ലവമാണ് ഇവിടെ നടന്നത്. പക്ഷെ ആ രീതിയിലുള്ള നരേറ്റീവ് നമുക്ക് ഇതുവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഇതിലെന്താ വെച്ചാൽ ഈ മലബാർ സമരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ നമ്മളെ വലിയൊരു ദാർശനികൻ എന്ന് പറഞ്ഞ ഡോക്ടർ രാധാകൃഷ്ണനല്ലേ, അദ്ദേഹം ഭാരതീയ ദർശനം 2 വോളിയം വലിയ പുസ്തകം, ഇന്ത്യ മുഴുവൻ പഠിക്കുന്നതും പുസ്തകം. പക്ഷെ അതിൽ റെഫറൻസ് മുഴുവൻ ബോൾഡോയിസനും മാക്സ് മുള്ളറും അവരെങ്ങനെയാണോ ഇതിനെ കണ്ടത് ആ അർത്ഥത്തിൽ ആ രീതിയിലാണ്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനെ കാണാൻ പൊതുവെ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ ഈ പോസ്റ്റ് മോഡേൺ കാലത്ത് വന്നിട്ടുള്ള അപ്രോച്ചിന്റെ ഒരു മാറ്റം കൂടി വലിയ ഘടക. അതിൽ നമ്മളിപ്പോ ഒരു വിഭാഗം ആളുകൾ പരിഹസിച്ചാലും, ഫൂക്കോ മുതൽ എഡ്വേർഡ് മുതൽ ഒരുപാട് ആളുകളെ കോൺട്രിബ്യൂഷൻ അവരെയൊന്നും എല്ലാവരും പഠിച്ചിട്ടില്ല, പക്ഷെ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അങ്ങനെയാണല്ലോ ഏത് തിയറിയും. ഇപ്പൊ ന്യൂട്ടനെ മുഴുവൻ ആളും പഠിക്കേണ്ട കാര്യമില്ല, അതിന്റെ ഒരു വേറെ രീതിയിൽ അതിന്റെ റിസൾട്ട് ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ മാർക്സിനെ മുഴുവൻ ആളും വായിച്ചിട്ടില്ലല്ലോ, കൂലി വേണം എന്ന് പറയുന്നത് എന്റെ അവകാശം എന്ന് പറയുന്നത് അല്ല, ആ രീതിയിലേക്ക് ഇതിനൊരു റീച്ച് ഉണ്ടാവും. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ആ രീതിയിൽ പിന്നെ വലിയ ഒരു സംഭവം അല്ല, അതിന്റെ തുടർച്ചയാണ്. കാരണം നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ നിർത്തുമ്പോ ഈ ആദ്യത്തെ പഠനങ്ങളൊക്കെ കൊളോണിയൽ പഠനങ്ങളാണ്. ഇപ്പൊ ഹിച്ച്കോക്ക് തന്നെ എഴുതുന്നു, അവരുടെ കൂടെയുള്ള ആളുകളെ കൊണ്ട് എഴുതിക്കുന്നു. ഇവിടെ ലോകനെ ഹിച്ച്കോക്കിനെ അതില്ലാതെ PhD തീസിസിൽ അവര് പിന്നെ സൈറ്റ് ചെയ്യാതെ നമ്മൾ എഴുതിയാൽ അക്സെപ്റ്റഡ് ആവില്ല, കാരണം അത് പഠനമായിട്ട് പരിഗണിക്കൂല. പിന്നെ അതിനുശേഷം നമ്മൾ പോസ്റ്റ് കൊളോണിയൽ പഠനങ്ങൾ വന്നു, അപ്പോഴും നമ്മള് ഇത്തരം സൈറ്റേഷൻ ആണ് ഉപയോഗിക്കുന്നത്. പോസ്റ്റ് കൊളോണിയൽ പഠനം എന്നുള്ളത് അത് നേരത്തെ ഏജസ് അഹമ്മദ് ഒരു ഇത് യൂറോപ്യൻ കോൺടസ്റ്റിലുള്ള വിമർശനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ സമാന്തരമായിട്ട് ഫൂക്കോയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. പക്ഷെങ്കിൽ മറ്റു പലരും ചെയ്യുമ്പോൾ അങ്ങനെയല്ല. കാരണം അവരെന്നാൽ പോസ്റ്റ് കൊളോണിയൽ ആവട്ടെ. പോസ്റ്റ് കൊളോണിയൽ ആവണമെങ്കിൽ ഈ കൊളോണിയൽ ഫോഴ്സസ് നമുക്ക് എന്താണോ തന്ന നെറേറ്റീവ്, അതിന്റെ കൗണ്ടർ നെറേറ്റീവ് കണ്ടെത്തണ്ടേ. അത് കണ്ടെത്താൻ കഴിയാത്ത കാലത്തോളം നമ്മൾ സക്സസ്ഫുൾ ആവില്ല. കാരണം നമ്മൾ പിന്നെ അവർ പറയുന്നതിന് ചുറ്റും ഇങ്ങനെ, അതാണ് നമ്മളിപ്പം ദിവസം മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരൊരു അജണ്ട നിശ്ചയിക്കും, അതിന് ചുറ്റും നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബിരിയാണിയിൽ ഈ ഉപ്പ് ഉണ്ട് പറയുന്നത്, അല്ലെങ്കിൽ നല്ല ബിരിയാണിയാന്ന് പറയുന്നതിന് പകരം ഇതിൽ തുപ്പലില്ല എന്ന് പറയുന്നതായി മാറാണ് ദൗത്യം. ഓരോ കാര്യം ചെറിയ കാര്യത്തിരിക്കണ്ട. യഥാർത്ഥത്തിൽ ഇത് ബേസിക് പ്രശ്നമല്ലെന്ന്, ബിരിയാണി എന്നുള്ള ഒരു ഭക്ഷണമാണ്. അപ്പം അത് ആണ് കേരളത്തിൽ വ്യാപകമായി വിൽക്കപ്പെടുന്നത്, വാങ്ങപ്പെടുന്നത്, പിന്നെ ഭക്ഷിക്കപ്പെടുന്നത്. അപ്പം ഇത് നമ്മൾക്ക് വളരെ ചെറിയൊരു സംഭവമായിട്ട് തോന്നും. പക്ഷെ നമ്മളെ നാട്ടിൽ മന്തിയുടെ വ്യാകരണം ചർച്ച ചെയ്തു. മലയാള അധ്യാപകരുടെ ഗ്രൂപ്പിൽ മന്തിയുടെ വ്യാകരണം. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഈ വിവരം എന്നോട് ഇങ്ങനെ ഫോണിൽ പറഞ്ഞു. അപ്പം അയാൾ ആ ഗ്രൂപ്പിലുള്ള ആളാണ്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ ചമ്മന്തിൻ്റെ വ്യാകരണം നിങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തില്ലേ? അല്ല, ആലോചിച്ച് നോക്കണം. ഈ പ്രാസം നോക്കിയിട്ടാണെങ്കിൽ പിന്നെ അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഈ എജിമോണിക് വാല്യൂ സിസ്റ്റം എത്ര എളുപ്പത്തിലാണെന്നോ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ നിസ്സാരമായ കാര്യമെന്ന് വിചാരിക്കും. പക്ഷെ നിസ്സാരമല്ല. ഇത് നാളത്തേൽ ബുൾഡോസർ വന്ന് ഹോട്ടൽ പൊളിക്കാനും പിന്നെ മറ്റ് സംഗതികളും ഒക്കെ അതിലേക്ക് എത്തും. ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിലെ ഹിസ്റ്ററി ഒന്നും പ്രിസർവ് ചെയ്യാത്തൊരു സ്ഥലമാണ്. പിന്നെ ആലോചിച്ച് നോക്കി, നമ്മളൊരു പോർട്ടിയലിട്ട് പോർട്ടി ഓഫ് ഫിലോസഫി എന്നൊക്കെ പറഞ്ഞ പോലെ പോർട്ടി ഓഫ് ഹിസ്റ്ററി നമുക്കുണ്ട്. ഈ ഒരു പ്രശ്നം ഞാനൊരു സ്ഥലത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരാൾ ഉടനെ പറയുന്നത് അതിനിപ്പോൾ മന്തിയല്ല എല്ലാ സ്ഥലത്തും. ഇത് പരസ്പരം ഒരു ബന്ധമില്ലാത്തതാണ്. അപ്പോൾ അയാളുടെ വ്യക്തിപരമായി ചെയ്യുന്ന ഒരു തെറ്റ് അല്ല, ഒരു അപരാധമല്ല. മറിച്ച് അയാളുടെ ഇതിലേക്ക് ഫോക്കസിലേക്ക് വരുന്നത് ഈ മന്തി വന്നത് കൊണ്ടാണ് എന്തോ കാലക്കേട്. വളരെ സെക്കുലറായ ഒരാളാണ് കേട്ടോ പറയുന്നത്, വളരെ സെക്കുലർ. വ്യക്തിയുടെ പേര് പറയാത്ത അപ്രസ്തുത. കാരണം
ഏത് എക്സായാലും വയ്യായാലും അത് തന്നെ പറയാം. അതെ അതെ അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ ഇന്നസെൻ്റ് ആയിട്ട് നടക്കുന്ന ഈ തരത്തിലുള്ള പ്രചരണം ഇന്നസെൻ്റ് ആയിട്ടല്ല ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് ഏതോ സോഴ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുകയും നിരന്തരം വിതരണം ചെയ്യപ്പെടുകയും അത് വാസ്തവത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഹിംസാത്മകമായിട്ടുള്ള അല്ല, അത് കേരളത്തിന്റെ ചരിത്രത്തിലുണ്ട്. ഇപ്പൊ കേരളം എന്നുള്ള പദം ഒരു ഒളിഗാർക്കി, അബ്ബാസിന്റെ നേരത്തുള്ള ലേഖനം ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു ടേമാണ്. നമ്മളെ ഇവിടുത്തെ സാധാരണക്കാരന്റെ പേര് ഈ നാടിനെ മലയാളം എന്നാ വിളിക്കുക. അതിനെ മറികടന്നുകൊണ്ടാണ് ഈ ഒളിഗാർക്കൽ ടേമായിട്ടുള്ള കേരളം നമ്മുടെ നാടിന്റെ പേരായിട്ടുള്ളതും. ഇപ്പോ പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷം ഭരിക്കുമ്പോ നമ്മള് ഇത് പിന്നെ കേരളമാക്കണമെന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ വീണ്ടും എഴുതി കൊടുക്കണം. നമ്മളെ അല്ല, കേരള എന്നുള്ളത് ഇംഗ്ലീഷ് ടേമാണ്, അതിനെ കേരളമാക്കണം എന്ന്. പക്ഷെ ആ സമയത്ത് പോലും നമ്മൾ ഇവിടെ സാധാരണക്കാരൻ എന്താണ് ഈ നാടിനെ വിളിച്ചിരുന്നത് എന്നുള്ളത് അല്ല, ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നില്ല. അല്ലല്ലേ, ഇത് എന്തായാലും ഈ പുസ്തകം ലൈം ലൈറ്റിൽ വരിക എന്നുള്ളത് പുസ്തകത്തിന്റെ മാത്രം ആവശ്യമല്ല, ഈ അപ്രോച്ചിന്റെ ഈ രീതിയിൽ നമ്മളെങ്ങനെ ഭാഷാപരമായും നമ്മളെ സംബോധനകൾ ഉൾപ്പെടെ ആളുകളെ സംബോധന ചെയ്യുന്ന രീതിയായാലും മറ്റ് സാംസ്കാരികമായ ഇടങ്ങളിൽ ഉപയോഗിക്കുന്ന പദാവലികളായാലും ഇതിലൊക്കെ തന്നെ സ്വീകരിക്കേണ്ട ഒരു അപ്രോച്ച്, ഒരു ഡീകൊളോണിയൽ അപ്രോച്ച് വാസ്തവത്തിൽ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ആ നിലയിൽ ഇതിനൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ സംഭവത്തിന് താല്പര്യം പ്രകടിപ്പിച്ചത്. എനിക്ക് നല്ല സന്തോഷം. മാഷ പോലെ ഒരാള് പ്രത്യേകിച്ച് ഈ രീതിയിൽ ഇത് വായിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ പ്രാദേശികമായ ഒരു സാധനം വളരെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ ടേമിൽ ഒരു മെത്തഡോളജിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നുള്ളതും അല്ല, ഇതിന്റെ മറ്റനുബന്ധമായ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വേറെ ചില സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്, ബുക്കിൽ വരും മിക്കവാറും. കുറേ കാര്യങ്ങൾ ഉണ്ട് ഇതിന്. നല്ല ഡയമെൻഷനുള്ളൊരു ബുക്കായിട്ട് തോന്നി. കാരണം നമ്മളിപ്പം കുറേ കൊല്ലങ്ങളായിട്ട് ഈ വിഷയം കാണുമ്പം വായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഇതിൻ്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിലും ഈ അബ്ബാസ് പറയുന്ന പോലെ ഇതിവിടുത്തെ ഫ്രഞ്ച് വിപ്ലവം നമ്മളൊക്കെ സ്കൂളിൽ നിന്ന് പഠിച്ചു വന്ന, കോളേജിൽ നിന്നും. അത് ഏത് കുട്ടിയും പഠിക്കും. അതേസമയത്ത് എന്തുകൊണ്ട് ഇത് ലോകവ്യാപകമായി തന്നെ പഠിക്കേണ്ട ഒരു സംഭവമാണ് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ. ഈ പിന്നീട് ഈ ഫാനന്റെയും സാർത്തറിൻ്റെയും ഒക്കെ ഇടപെടലിലും കൂടെ മാത്രമാണ് ഈ ആൾജീരിയൻ സമരം വാസ്തവത്തിൽ ശ്രദ്ധയിൽപ്പെട്ട്, അല്ലെങ്കിൽ അവഗണിക്കപ്പെടുകയാണല്ലോ. ഇപ്പോൾ ആൾജീരിയനെ പറ്റിയുള്ള ഒരു സിനിമ ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ കാണുകയുണ്ടായി കുറച്ച് മുമ്പ്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഒരാൾ അൾജീരിയയിലെ ഒരു കുടുംബം പാരീസിൽ പോയി ഹോട്ടലൊക്കെ കയറി ഭക്ഷണമൊക്കെ കഴിയുമ്പോൾ ടി വി കണ്ടു. അപ്പോൾ ഈ ടി വി കണ്ടപ്പോൾ ഇവർക്ക് വലിയ ആവേശമായി, അത് നല്ല രസമുണ്ടല്ലോ, അപ്പോൾ ഇതൊന്ന് വാങ്ങാം എന്ന് ഇവർ എല്ലാ കുട്ടികളെല്ലാം പറഞ്ഞു. ഇത് നമുക്കൊന്ന് വാങ്ങിയാലെന്താ എന്ന്. അപ്പം ഈ കുട്ടികളെ അച്ഛനും ഇത് സമ്മതിച്ചു, എന്നാൽ നമുക്ക് വാങ്ങാം. കടയിൽ പോയി ഒരു ടി വി ഒക്കെ വാങ്ങി വീട്ടിലേക്ക് പോയി. കാറിൽ ടാക്സിയിലാണ് പോകുന്നത്. നമ്മൾ പഴയ അംബാസഡർ മോഡലുള്ള കാർ, അവരത്രയും അണ്ടർ ഡെവലപ്ഡ് ആണെന്ന് കാണിക്കുന്ന ഒരു സിനിമയും കൂടിയാണ്. എന്നിട്ട് ഇവർ കൊണ്ടുപോയിട്ട് ഇത് ടി വി എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല, കാരണം വൈദ്യുതി ഇല്ലാത്ത വീടല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ അവരാ ഒരു ഡെമണൈസിങ് ഉണ്ടതില്ലേ, അല്ല ഞാൻ പറയാം. കാരണം അവർക്ക് അത്രയും കാര്യങ്ങൾ അറിയില്ല എന്നുള്ള ഒരു ഇതാണ്. അവിടെ ഇലക്ട്രിഫിക്കേഷൻ നടന്നില്ല എന്നുള്ളതോ അവരുടെ ഒരു ദരിദ്രാവസ്ഥയോ കാണിക്കുന്നതിലുപരി ഇവരൊരു പൊട്ടത്തരം കാണിക്കുന്ന രീതിയിലാണ് ആ സിനിമ വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് ഈ ഫാനൻ്റെയൊക്കെ കാര്യങ്ങൾ. ഫാൻ പറയുന്നുണ്ടല്ലോ, മാസ്റ്റം കുറച്ച് സ്ലൈറ്റ്ലി സ്ട്രെച്ച് ചെയ്യണം, നമ്മൾ കൾച്ചറിനെ അഭിസംബോധന ചെയ്യണമെന്ന് പറയുന്നുണ്ട്. വളരെ കറക്റ്റ് അത്. കാരണം മാർക്സിസം ഒരു പ്രത്യേക ചരിത്രഘട്ടത്തിൽ വലിയൊരു ഇടപെടൽ തന്നെയാണ്. അത് ലോകത്തിലെന്നും മുതലാളിത്തം നിലനിൽക്കുന്ന കാലത്തോളം പ്രസക്തമാണ്. പക്ഷേ അതിനെ നമ്മൾ മറ്റ് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളത് ഫാനൻ റച്ചഡ് ഓഫ് ദി എർത്തിലും മറ്റ് കൃതികളിലൊക്കെ അദ്ദേഹം ലെഫ്റ്റിനാണല്ലോ. പക്ഷേ വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു സമരഭടനും കൂടിയായിട്ടുള്ള സൈക്യാട്രിസ്റ്റാണല്ലോ അയാൾ. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഈ രീതിശാസ്ത്രപരമായ കണിശത സൂക്ഷിക്കുമ്പോൾ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റിയും വേണം. അതാണ് ഈ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ഒരു പ്രത്യേകത. കാരണം തക്കാളി മുറിക്കാനും തേങ്ങ വെട്ടാനും ഒരേ കത്തി പറ്റില്ല. അപ്പം തക്കാളി വെട്ടേണ്ടതിൽ അതിനെ പറ്റിയ ഉപകരണം ഉപയോഗിക്കണം, തേങ്ങ വെട്ടേണ്ടതിൽ അതിന് പറ്റിയ ഉപകരണം. അപ്പോൾ അതുപോലെ നമ്മൾ ഈ വ്യത്യസ്ത സമരങ്ങളെ വ്യത്യസ്ത രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ടി വരും. അതൊക്കെയാണ്. അതപ്പോൾ സയൻറ്റിഫിക് അല്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മളുടെ ഒരു ആക്രോശം. പക്ഷേ സോഷ്യൽ സയൻസിൻ്റെ മണ്ഡലത്തിലുള്ള ഈ ഫ്ലെക്സിബിലിറ്റി ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് നമ്മളെ ആളുകൾ ഇപ്പോഴും ഈ സ്വത്വവാദം എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നതിൻ്റെ ഒരു കാരണം ഇന്ത്യയിലെ സിറ്റുവേഷൻ, ആഫ്രിക്കയിലെ സിറ്റുവേഷൻ, യൂറോപ്പിലെ സിറ്റുവേഷൻ, ഇതിലൊക്കെയുള്ള
ഈ വ്യതിരിക്തതകൾ അടയാളപ്പെടുത്താൻ ഇവർ തയ്യാറാവുന്നില്ല. അപ്പോൾ അതിനുള്ളൊരു ശ്രമം നടത്തി എന്നുള്ളത് എന്തായാലും അഭിനന്ദനാർഹമാണ്. ഇതുപോലൊരു അവസരം ഉണ്ടായാലും നന്ദി. താങ്ക്സ്.